തുടർന്നുള്ള സമയം നമുക്ക് ദൈവദിനത്തിൽ നിന്ന് ധ്യാനിപ്പാനായി ആമോസിൻ്റെ പ്രവചന പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കാം. ആമോസിൻ്റെ പ്രവചന പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം. ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളെക്കുറിച്ച് വിലാപം ചൊല്ലുന്ന ഈ വചനം കേൾപ്പീൻ. ഇസ്രായേൽ ജനമേ, ഞാൻ നിങ്ങളെക്കുറിച്ച് വിലാപം ചൊല്ലുന്ന ഈ വചനങ്ങളെ കേൾക്കുവേൻ. ഇന്ന് പ്രഭാതത്തിലും ഇതേ ഭാഗമാണ് ധ്യാനത്തിന് വേണ്ടി എടുത്തത്. രാവിലെ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് വൈകിട്ട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ മനസ്സിലാക്കുന്നു അധികം പേരും രാവിലെ കേട്ടവരല്ല. അതുകൊണ്ട് തന്നെ 1-2 വാക്കിൽ പ്രഭാതത്തിൽ എന്താണ് സംസാരിച്ചതെന്നൊന്ന് പറഞ്ഞതിന് ശേഷം ഇന്ന് വൈകിട്ടത്തെ സന്ദേശത്തിലേക്ക് തുടർന്ന് നമുക്ക് നമ്മുടെ ധ്യാനം മുന്നോട്ട് കൊണ്ടുപോകാം. ആമോസിൻ്റെ പ്രവചന പുസ്തകം 5-ാം അധ്യായത്തിൽ ഒരു വിലാപത്തെയാണ് കാണുന്നത്. വിലാപം എന്ന് പറയുമ്പോൾ ആരെങ്കിലും മരിക്കുമ്പോഴൊക്കെ പൊതുവെ വിലാപഗാനങ്ങൾ പാടുന്നത് പതിവായിരുന്നു. ഇവിടെ അതിന് സമാനമായ ഒരു വിലാപഗാനം നമുക്ക് കാണാം. ആരാ ഇവിടെ മരിച്ചതെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ നേഷൻ, ഇസ്രായേൽ രാജ്യം തകർന്നു, ഇസ്രായേൽ കന്യക വീണിരിക്കുന്നു. ഈ വിലാപം ഇസ്രായേലിൻ്റെ തകർച്ചയെ നോക്കി, ഇസ്രായേലിൻ്റെ വീഴ്ചയെ നോക്കിയാണ് ഈ ഭാഗം 5-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഞാൻ രാവിലെ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. ആ പശ്ചാത്തലം, പ്രവചിക്കുന്ന സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിന് ഒന്നിനും കുറവില്ല. നല്ല സമൃദ്ധിയിൽ നിൽക്കുമ്പോൾ, ദേശത്ത് എല്ലാ നന്മകളും സമാധാനവും നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രവാചകൻ എന്തു പറയുക, ഇസ്രായേലിന് വിലാപഗാനം പാടുക. ഞാൻ പറഞ്ഞത്, ജീവിച്ചിരിക്കുന്ന ഒരു കൂട്ടത്തോട് അവരുടെ ശവഅടക്കിനെ പറ്റി സംസാരിക്കുക. രാവിലെ ചിന്തിച്ചത്, നമ്മളൊന്ന് ഊഹിച്ച് നോക്കിക്കുക, നമ്മൾ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ശവസംസ്കാരം നടത്തിയാൽ എങ്ങനെ ഇരിക്കും? നമ്മളെ യാത്രയാക്കുന്ന പാട്ട് പാടി എങ്ങനെ ഇരിക്കും? അതേപോലത്തെ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ച 2 കാര്യങ്ങളാണ്, 2 നിലയിലാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഫസ്റ്റ് വി നീഡ് ടു സീ ദ ഹാർട്ട് ഓഫ് ദ പ്രോഫറ്റ്. പ്രവാചകന്റെ ഹൃദയത്തെ നമ്മൾ മനസ്സിലാക്കണം. 2, ഇത് പറയുന്നതിനകത്തിൽ ചില ഭാഗങ്ങൾ ദൈവം തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ അന്വേഷിക്കുവിൻ, ദൈവം പറഞ്ഞ ഭാഗങ്ങളുണ്ട്. അപ്പം അവിടെ നിന്ന് നമ്മൾ ദൈവത്തിന്റെ ഹൃദയവും മനസ്സിലാക്കണം. രാവിലെ നമ്മൾ ചിന്തിച്ച് നിർത്തിയ ഭാഗം ഇങ്ങനെയാണ്: ആ ജനം പ്രവാചകന്റെ സന്ദേശത്തെ തള്ളിക്കളയുമ്പോൾ അവർക്ക് വരുന്ന ന്യായവിധിയെ മുൻകൂട്ടി കണ്ട് താൻ വിലപിക്കുന്നത് നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ, ദ പ്രോഫറ്റ് ഹാഡ് എ സീരിയസ് ലവ് ആൻഡ് കൺസേൺ ഫോർ ദ പീപ്പിൾ. നഷ്ടപ്പെട്ടു പോകുന്ന ജനത്തോടുള്ള പ്രവാചകന്റെ മനോഭാവം. അവിടെ നിന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചത്, ദൈവസഭയായി ശരിയാ, കർത്താവ് നമ്മളെ രക്ഷിച്ച് ദൈവസഭയുടെ ഭാഗമാക്കി. അങ്ങനെ ആകുമ്പോൾ പുറത്തുള്ള നശിച്ചു പോകുന്ന ജനത്തോടുള്ള നമ്മുടെ സമീപനം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം, സുവിശേഷീകരണത്തോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം എന്നാണ് ചിന്തിച്ചത്. പ്രധാനമായിട്ടും അവിടെ പ്രവാചകനായിരിക്കുന്ന ആമോസിന്റെ ജീവിതത്തിൽ നോക്കി 3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്. 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യമാണ് രാവിലെ ചിന്തിച്ചത്. ആമോസ് എന്തുവാ ചെയ്തത്? ജനത്തെ, ഹി ലവ് ദ പീപ്പിൾ. വാട്ട് ഡിഡ് ഹി ഡു? ശക്തമായി ദൈവത്തിന്റെ ആലോചന താൻ അറിയിച്ചു. എന്തോ പറഞ്ഞേ? നിങ്ങൾ നശിക്കും, ദൈവത്തിന്റെ ന്യായവിധി നിങ്ങളുടെ മേൽ വരുന്നു. ഒരു കോംപ്രമൈസും ചെയ്യാതെ. അവിടുത്തെ പുരോഹിതനൊക്കെ 7-ാം അധ്യായത്തിൽ വന്ന് ഇനി മേലാൽ ഇവിടെ പ്രസംഗിക്കില്ലെന്ന് പറയുമ്പോഴും സന്ദേശത്തെ മാറ്റാതെ താൻ ധൈര്യത്തോടെ ശുശ്രൂഷിച്ചു, സന്ദേശം പറഞ്ഞു. കാരണം എന്താ? താൻ ജനത്തെ സ്നേഹിച്ചിരുന്നു. ജനത്തിന്റെ നാശം തനിക്ക് വേദനയായിരുന്നു. രണ്ടാമതായിട്ടുള്ള കാര്യം, വാട്ട് ഇസ് ദ സെക്കൻഡ് തിങ്? 2-3 കാര്യങ്ങൾ ഇതാണ്. സെക്കൻഡ് തിങ് ഈസ് ഇന്ന് വായിച്ച ഭാഗമാണ്. ഒരു ഭാഗത്ത് പ്രവാചകൻ ധൈര്യത്തോടെ, മുഖം നോക്കാതെ, ശക്തമായി ന്യായവിധി പ്രസംഗിക്കുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന എന്തോ അറിയോ? ഇന്ന് വായിച്ച 5-ാം അധ്യായത്തിൽ എന്തോ കാണുന്നറിയോ? ഒരു സിമ്പത്തറ്റിക് പെർസുവേഷൻ. എന്ന് പറഞ്ഞാല് അവരുടെ മേൽ ന്യായവിധി വിളിച്ചു വരുത്തിയ പ്രവാചകൻ ഇപ്പോൾ നിന്ന് നിലവിളിക്കുക, അയ്യോ അയ്യോ, നിങ്ങൾ നശിച്ചു പോകും, നിങ്ങളുടെ മേൽ ന്യായവിധി വരുമെന്ന് ഇത്രയും നേരവും ശക്തമായ ഭാഷയിൽ പറഞ്ഞിരുന്ന വ്യക്തി ഇപ്പൊ കരച്ചിലോടാ പറയുന്നത്. കാരണം എന്താ? ആ പെയിൻ അവന്റെ ഉള്ളത്തിലായി, ആ വേദന തൻ്റെ ഉള്ളിലായി. ആ വേദന വരിച്ചുകൊണ്ട് താൻ നിലവിളിക്കുക. തെരുവിൽ നിന്ന് ജനമെല്ലാം ആഘോഷിക്കുമ്പോൾ അവരുടെ നന്മയിൽ കണ്ണടക്കിയല്ല,
അവരുടെ അനുഗ്രഹവും നന്മയും വീടും എക്കണോമിയും ബിസിനസ്സൊക്കെ കണ്ട് അതിനൊപ്പം പോവല്ല, നിലവിളിച്ചുകൊണ്ട് അവരോട് പറയാ, ദൈവം നിങ്ങളെ നശിപ്പിക്കും, ദൈവം നിങ്ങളെ നശിപ്പിക്കും. അതാണ് നമ്മൾ കണ്ടത്. ഈ 5-ാം അധ്യായത്തിൽ കാണുന്ന ഇസ്രായേൽ കന്യക വീണു, ഇനി എഴുന്നേൽക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആ ഹൃദയം നമ്മൾ മനസ്സിലാക്കണം. വേദനയോടെ തൻ്റെ സന്ദേശം പറയുന്ന മറ്റൊരു സൈഡ് നമുക്ക് കാണാം. അതോടൊപ്പം നമ്മൾ കാണേണ്ട മറ്റൊരു ഭാഗം, ദ തേർഡ് ക്വാളിറ്റി ഇൻ ദ പ്രൊഫറ്റ് ഇസ് ദിസ്, ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പ്രാരംഭമായിട്ട് ഈ ഭാഗത്താണ് ഫോക്കസ് ചെയ്ത് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. മൂന്നാമതായിട്ട് ഈ പ്രവാചകന്റെ പ്രവചന ശുശ്രൂഷയിൽ കാണേണ്ടത്, ലുക്ക് അറ്റ് ചാപ്റ്റർ 7, 7-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാമോ? 7-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. എന്നാൽ അവ ദേശത്തിലെ മുമ്പിലത്തെ വാക്യം കൂടെ, 1-ാം വാക്യം കൂടെ ചേർത്ത് വായിച്ചോ. യഹോവയായ കർത്താവ് എനിക്ക് കാണിച്ചു തന്നതെന്തെന്നാൽ, പുല്ലു രണ്ടാമത് മുളച്ചു തുടങ്ങിയപ്പോൾ അവൻ വിട്ടിലുകളെ നിർമ്മിച്ചു. അത് രാജാവിന്റെ വക പുല്ലരിഞ്ഞ ശേഷം മുളച്ച രണ്ടാമത്തെ പുല്ലായിരുന്നു. എന്നാൽ അവ ദേശത്തിലെ സസ്യം തിന്നു തീർത്തപ്പോൾ ഞാൻ, യഹോവയായ കർത്താവെ ക്ഷമിക്കണമേ, യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും? 5-ാം വാക്യം നോക്കി, ഇനി 5-ാം വാക്യം. അപ്പോൾ ഞാൻ, യഹോവയായ കർത്താവെ മതിയാക്കണമേ, യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും? അവൻ ചെറിയവനല്ലോ എന്ന് പറഞ്ഞു. ഈ 2 വാക്യങ്ങളിൽ പ്രവാചകന് യഹോവ ദർശനം നൽകുക. എന്തുവാ ദർശനം എന്നറിയാമോ? ജനത്തിന്റെ മേൽ എന്തോ വരാൻ പോവാ? നാശം വരാൻ പോവാ. അവരുടെ കൃഷി മുഴുവനായിട്ട് നശിക്കുന്ന ഒരു ദർശനം താൻ കണ്ടു. 2-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്, ആ ദേശത്തിലെ തിന്ന് ശേഷിപ്പിച്ചപ്പോൾ പ്രവാചകൻ എന്തോ ചെയ്യുക? നിങ്ങൾക്കിങ്ങനെ വരട്ടെ, നിങ്ങൾ എൻ്റെ ആലോചന കേട്ടില്ലല്ലോ എന്നല്ല പറഞ്ഞ്. അങ്ങനെ ഒരു പ്രവാചകൻ പറഞ്ഞു. അതാരായിരുന്നു? നമ്മൾ രാവിലെ ചിന്തിച്ച ആരാ? യോനാ പ്രവാചകന്. അവർ നശിക്കാത്തതിലാണ് തൻ്റെ ദുഃഖം. ഇവിടെ നോക്കിക്കേ, ജനത്തിന്റെ മേൽ നാശം വരുന്നുവെന്ന് കണ്ടപ്പോൾ ദൈവസന്നിധിയിൽ താൻ നിലവിളിച്ചുകൊണ്ട് പറയാ, യഹോവയായ കർത്താവെ ക്ഷമിക്കണമേ, യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും? അവൻ ചെറിയവനല്ലോ. യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും? അവൻ ചെറിയവനല്ലോ എന്ന് ആവർത്തിച്ചു പറയാ. എന്തുവാ പറയുന്നേ? ദൈവമേ, ജനത്തെ നശിപ്പിക്കരുത്. ഇന്ന് വൈകിട്ട് നമ്മൾ കാണേണ്ടത് പ്രവാചകന്റെ മറ്റേ ഒരു സൈഡാ. ഇത് അധികം ആൾക്കാർ കണ്ടു കാണത്തില്ല. പരസ്യമായുള്ള പ്രസംഗവും അവിടുത്തെ യാഗപീഠത്തിന്റെ മേൽ ന്യായവിധിയൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, എനിക്ക് ആ പ്രവാചകനായ കൊള്ളാമെന്ന്. പക്ഷെങ്കിൽ മറ്റൊരു വശമുണ്ട്. എന്തു അറിയോ? എ ഫെർവെന്റ് ഇന്റർസെഷൻ. ജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുന്ന, നശിക്കുന്ന ജനത്തെ ഓർത്ത് വേദനിക്കുന്ന, അതോർത്ത് ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്ന പ്രവാചകന്റെ വേദനയുള്ള ഹൃദയം കാണാതെ പോകല്ലേ. ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയട്ടെ. എന്നെ കർത്താവ് ഈ ഭാഗത്ത് നിന്ന് ഒത്തിരി പഠിപ്പിച്ചു. വാട്ട് ഐ റിയലൈസ് ഈസ്, ടു ബി ഓണസ്റ്റ്, ദി ബോൾഡ് പ്രീച്ചിങ്, ശക്തമായുള്ള ശുശ്രൂഷയുടെ പുറകിൽ എന്താ വേണ്ടേ? ഇങ്ങനെയുള്ള ദൈവസന്നിധിയിലുള്ള ഇന്റർസെഷനാ. ഇറ്റ് ഷുഡ് ഗോ ടുഗെദർ. ഞാൻ കുറച്ചും കൂടെ പറഞ്ഞ, അത് എഫക്റ്റീവ് ആകുന്നത് പ്രാർത്ഥിക്കുമ്പോഴാണ്. നമ്മൾ രാവിലെ ചിന്തിച്ചതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ, സുവിശേഷം പറയണം. ഞാൻ എല്ലായിടത്തും കൊണ്ട് ഇങ്ങനെ ട്രാക്ട് കൊടുത്ത് പോവാ. ചിലരെന്നെ എന്തോ ചെയ്തു? ഓടിച്ചു, വേണ്ടെന്ന് പറഞ്ഞു, ഞങ്ങളെ വിളിച്ച് ചോദ്യം ചോദിച്ചു. അപ്പൊ നമ്മൾ ഇത് തള്ളിക്കളഞ്ഞല്ലേ നിനക്കുള്ളത്? ബന്ധത്തിലുള്ളവരോട് ചെന്ന് സുവിശേഷം പറഞ്ഞു. അങ്ങനെ നിങ്ങളുടെ സുവിശേഷം ഒന്നും ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് ഇവിടെ വലിയ പള്ളി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ന്യായവിധി വരുന്നുണ്ട്. ലുക്ക് അറ്റ് ദിസ് പ്രൊഫറ്റ്. അങ്ങനല്ല, നിലവിളിച്ചോണ്ട് അവരോട് പറഞ്ഞു. അത് മാത്രമല്ല, ദൈവസന്നിധിയിൽ നിൽക്കുക. ലോർഡ് ഹാവ് മെർസി ഓൺ ദം. എൻ്റെ അടുത്തുള്ള, അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ, ഞാൻ സുവിശേഷം പറഞ്ഞു, ശരി, അവർ തള്ളിക്കളഞ്ഞു, അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെയാണെങ്കിലേ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ, സുവിശേഷീകരണം തന്നെ എഫക്റ്റീവ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ പ്രസംഗിച്ച് തീർക്കാം, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു മേക്ക് എ ഡിഫറൻസ്. മാറ്റങ്ങൾ കൊണ്ടുവരത്തില്ല. സത്യത്തിൽ എന്നോട് ദൈവം ഇടപെട്ട ഭാഗം ഞാൻ വളരെ ഓപ്പണായിട്ട് പറയാം.
നമ്മൾ ഇപ്പം ഓവർ ദ ഇയേഴ്സ് ഇങ്ങനെ പ്രസംഗിച്ച് അധികം നാളൊന്നും ആയില്ല കേട്ടോ, 5-6 വർഷമൊക്കെ ആയതുള്ളൂ. പക്ഷേ പ്രസംഗിച്ച് ഇങ്ങനെ വരുമ്പോൾ ഗ്രാജുവലി നമ്മൾ എന്താ അറിയോ, വി ബിഗിൻ ടു ഗെയിൻ കോൺഫിഡൻസ്. ഞാൻ എൻ്റെ കാര്യം പറയാം, ഇപ്പോഴും ചെറിയ ഭയം ഉണ്ട്, എന്നാലും പുൾപിറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാം. പക്ഷെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്താ പറ്റുക അറിയോ, വി ആർ മോർ കോൺഫിഡൻറ്റ് ടു കണ്ടം അതേഴ്സ്. ഞാൻ എന്നെ തന്നെ പറയാം, ഞാൻ ഇവിടെ ഉള്ള പല ന്യൂജൻ സംഭവങ്ങളൊക്കെ വിമർശിച്ച് ഞങ്ങളത് കീറി ഒട്ടിക്കും എന്നൊക്കെ നമ്മുടെ ഭാഷയിൽ പറയും. അതൊക്കെ വലിച്ച് കീറി അതിൻ്റെ എല്ലാം തെറ്റും ശരിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പബ്ലിക്കായിട്ട് സ്റ്റാറ്റസ് ആക്കും. എന്തെങ്കിലും ഇങ്ങനത്തെ പരിപാടികൾ കണ്ടാൽ നമ്മൾ അങ്ങ് സ്റ്റാറ്റസ് ആക്കാതെ അതുവഴി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, അങ്ങോട്ട് പറയും, ഇങ്ങനെ അതിനെ അറ്റാക്ക് ചെയ്യും. പക്ഷെ ആസ് ഐ വാസ് റീഡിങ് ദിസ്, ദ ലോർഡ് റിയലി ആസ്ക്ഡ് മീ, വിമർശിക്കാൻ എളുപ്പമാ. അവർ ചിന്തിച്ചാൽ നമ്മളെ വിമർശിക്കത്തില്ലേ? ഇറ്റ് ഈസ് മോർ ദാൻ ഈസി. പക്ഷേ ഞാൻ ജെന്യൂൻ ആയിരുന്നെങ്കിൽ, ഞാൻ യഥാർത്ഥമായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലൊരു പ്രവാചകന്റെ ഹൃദയം എന്നിലുണ്ടായിരുന്നെങ്കിൽ, ഞാൻ അത് കണ്ടിട്ട് വിമർശിക്കണ്ടെന്നല്ല, പരസ്യമായി വിമർശിക്കണം. പക്ഷെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു മനോഭാവം കൂടി ഇതിനോടൊപ്പം വരണം. ദൈവസഭയായി നമ്മളെ കർത്താവ് സത്യത്തിന്റെ ഒരു പ്രകാശനം നമുക്ക് ലഭിച്ചു. കർത്താവ് സത്യവചനം നമ്മുടെ സഭയിൽ തുറന്നു. വി ഗോട്ട് ഇറ്റ് ബൈ ഹിസ് ഗ്രേസ്. അപ്പോൾ നമ്മൾ മറ്റൊരാളെ നോക്കുമ്പോൾ ലെറ്റ് us pray that കർത്താവ് അവരുടെയും കണ്ണു തുറക്കട്ടെ, അവരും ഇത് മനസ്സിലാക്കട്ടെ എന്നുള്ള ഒരു വേദനയിൽ നിന്നുള്ള പ്രാർത്ഥന നമ്മളിൽ നിന്നുണ്ടാവാറുണ്ടോ? ദാറ്റ് ഈസ് എ നീഡ്. ഇനിയും നമുക്ക് ഇവിടുള്ള തെരുവുകളിൽ ഇറങ്ങി പ്രസംഗിക്കണം, ഇവിടുള്ള ഭവനങ്ങളിൽ കയറി ട്രാക്റ്റുകൾ കൊടുക്കണം. പക്ഷെങ്കിൽ അതിൻ്റെ പുറകിൽ വേദനയോടുള്ള പ്രാർത്ഥന നമ്മുടെ ഇടയിൽ നിന്ന് ഉയരണം. അവിടെയാണ് ഈ പ്രവർത്തനങ്ങൾ വിജയമാകുന്നത്. അത് പഴയ നിയമത്തിൽ പലയിടത്ത് നമുക്ക് കാണാം. ഞാൻ 1-2 ഉദാഹരണങ്ങൾ ഇതിനോട് ചേർത്ത് വെക്കുവാൻ താല്പര്യപ്പെടുക. ഞാൻ രാവിലെ സന്ദേശം കഴിഞ്ഞപ്പോൾ തന്നെ പാസ്റ്റർ എന്നെ വിളിച്ച് പുതിയ നിയമത്തിൽ നിന്ന് യേശുവിൻ്റെ ഉദാഹരണം പറഞ്ഞു. അതിലേക്ക് നമുക്ക് വരണം. അതേപോലെ തന്നെ പഴയ നിയമത്തിൽ തന്നെ മറ്റൊരു പ്രവാചകനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കാണിക്കാൻ താല്പര്യപ്പെട്ടു. ലുക്ക് അറ്റ് എക്സോഡസ്, പുറപ്പാട് പുസ്തകം 32-ാമത്തെ അധ്യായം, അതിൻ്റെ 32-ാം വാക്യം, 32. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണമേ. ഇവിടുത്തെ പശ്ചാത്തലം അറിയാമോ? മോശ കൽപ്പന സ്വീകരിക്കാൻ വേണ്ടി മലയിൽ പോയി. ജനമെല്ലാം ഐഡൽ വർഷിപ്പ്, കാളക്കുട്ടി ഉണ്ടാക്കി ആരാധന നടത്തി. ദൈവം പറയാം, ഞാനിപ്പോൾ എന്തോ ചെയ്യാൻ പോവാ, ഈ ജനത്തെ നശിപ്പിക്കും. അവിടെ ലുക്ക് അറ്റ് ദിസ് മാൻ, ലുക്ക് അറ്റ് ദിസ് പ്രൊഫസർ. സത്യത്തിൽ അവിടെ മോശയോട് പറഞ്ഞതിൽ ഒരു രസകരമായ ഒരു കാര്യമുണ്ട്, ഒരു ഓഫറോട് ഉണ്ട് മോശയ്ക്ക്. എന്തുവാ? ആ ജനത്തെ മുഴുവനും നശിപ്പിച്ചിട്ട് നിന്നെ ഒരു വലിയ ജാതിയാക്കാന്ന്. അപ്പം മോശ എന്താ പറഞ്ഞേ? അത് നല്ലൊരു കാര്യമാണ്, അവരെല്ലാം നശിക്കട്ടെ. യോനാ പ്രവാചകൻ അങ്ങനെ ആയിരുന്നു മനസ്സിലിരുന്നത്. ബാക്കിയുള്ളവരെല്ലാം നശിക്കണം, ഞാനും ഞങ്ങളുടെ രാജ്യവും സ്വസ്ഥമായിരിക്കണം. പക്ഷെ ഇവിടെ മോശ എന്താ പറഞ്ഞറിയോ? അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ എന്നെ അങ്ങ് ഇല്ലാതാക്കാൻ. യു സീ ദ എക്സ്ട്രീം. അതാ അവന്റെ ഹൃദയത്തിന്റെ വേദനയാ കാണിക്കുന്നേ. ലോർഡ്, അവരെ നശിപ്പിക്കാൻ പോവാണോ? പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. അതൊരിക്കലും ചെയ്യല്ലേ. അതങ്ങനെ സംഭവിക്കരുതെന്ന ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഒരു പ്രവാചകനെ അവിടെ നമുക്ക് കാണാം. അതവിടെ മാത്രമല്ല. ഇനിയും നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം. ലുക്ക് അറ്റ് ജീസസ്. യേശുവിനെ നോക്കിക്കേ. യേശു ദേവാലയത്തിൽ ചെന്ന് അവിടെ എന്തോ നടക്കുക? കച്ചവടം നടക്കുന്നു. അതും നമ്മളിത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ച ഭാഗങ്ങളാ. മണി എക്സ്ചേഞ്ചിങ്ങും പ്രാവുമാടും ഭയങ്കര ബിസിനസ് സെന്ററായിട്ട് മാറി. യേശു എന്തോ ചെയ്തോ? ഇതെല്ലാം തകർത്ത് എറിഞ്ഞ് ചാട്ടയുണ്ടാക്കി അടിച്ചോടിക്കുക. അത് നമുക്ക് ചിലപ്പോൾ ആവേശം കൊള്ളിക്കും. പക്ഷേ അതിന് മുമ്പൊരു ഭാഗം നടന്നു. എവിടാ? യേശു യെരുശലേമിനടുത്തപ്പോൾ. ആ ഭാഗം ഒന്ന് വായിച്ചാലോ? 23:37, മാത്യു 23:37. യെരുശലേം ആ പട്ടണത്തോട് അടുക്കുമ്പം ആ യേശുവിന്റെ ഹൃദയം അവിടെ നമുക്ക് കാണാം. അത് കാണാതെ നമ്മൾ പോവല്ലേ? 23:37, 23:37. യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു.
ഇവിടെ യേശു ആ പട്ടണത്തെ നോക്കി വിലപിക്കുന്നത് കാണാം. എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളെ രക്ഷിക്കാൻ, പക്ഷെ നിങ്ങൾ എന്തോ ചെയ്യുക? പ്രവാചകന്മാരെ എല്ലാം കൊന്നൊതുക്കുക. നിങ്ങളാരും ഇത് ചെയ്യുന്നില്ല, സ്വീകരിപ്പാൻ തയ്യാറല്ല എന്ന് കണ്ട് യേശുവിൻ്റെ ഹൃദയം വേദനിക്കുന്നത് നമുക്ക് അവിടെ കാണാം. അവിടെ മാത്രമാണോ? പൗലോസിനെ നോക്കിക്കേ. പൗലോസ് റോമാലേഖനത്തിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ച ഭാഗങ്ങളുണ്ട്. യഹൂദന്മാരോട് എന്തോ പറഞ്ഞേ? നിങ്ങൾക്ക് ന്യായപ്രമാണമുണ്ട്, പരിച്ഛേദനയുണ്ട്, ദൈവത്തിന്റെ കൽപ്പന നിയമം ആദ്യമേ നിങ്ങൾക്കാണ് കിട്ടിയത്, എങ്കിലും നിങ്ങൾക്ക് എന്തോ വരും? ന്യായവിധി വരും. എങ്കിലും നിങ്ങൾക്ക് ന്യായവിധി വരും, ശക്തമായി താൻ പറയാ. പക്ഷെ മുന്നോട്ട് വരുമ്പോൾ 9-ാം അധ്യായത്തിലേക്കൊന്ന് വരാമോ? നമ്മൾ അവിടേക്ക് വരുന്നതേ ഉള്ളൂ എന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ അവിടേക്ക് ക്ഷണിക്കുക. 9-ന്റെ 2-ാം വാക്യം, 2-3. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട് എന്ന് എൻ്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. അടുത്ത വാക്യം. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ഇതേ കാര്യം തന്നെയാണ് പഴയ നിയമത്തിൽ മോശയും പ്രാർത്ഥിച്ച്. ഇവിടെയും പൗലോസ് പറയാ, എന്റെ ജഡപ്രകാരമുള്ള എന്റെ സഹോദരന്മാർ യഹൂദന്മാർ ഇത് സ്വീകരിക്കുന്നില്ല, അതൊരു വേദനയാണെന്ന് പറയുമ്പോൾ അടുത്ത വാക്യത്തിൽ പറയും, ഞാൻ അങ്ങ് നഷ്ടപ്പെടട്ടെ, അവര് രക്ഷപ്പെടട്ടെന്ന്. അത് അവന്റെ വേദനയുടെ, പൗലോസിന്റെ ഹൃദയത്തിന്റെ വേദനയുടെ ആഴമാ തെളിയിക്കുന്നേ. നൗ ഇനി നമ്മൾ നമ്മളുടെ ജീവിതത്തിലേക്ക് നോക്കുക. എങ്ങനെയുണ്ട് നമ്മുടെ ഹൃദയം? ആർ വി കൺസേൺഡ്? നമുക്ക് അങ്ങനെ ഒരു മനോഭാവം ഉണ്ടോ? നഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാരെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നാം തയ്യാറാണോ? പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആർ വി പ്രേയിങ്? നമ്മൾ അതിന് തയ്യാറാവണം. ദാറ്റ് ഈസ് വാട്ട് ദ ലോർഡ് ഈസ് എക്സ്പെക്ടിങ്. ഇവാഞ്ചലിസത്തിന്റെ 2 വശമാണിത്. ഇത് ഒരുമിച്ചാണ് പോകേണ്ടത്. ഒരു സൈഡിൽ ശക്തമായി ആലോചന പറയുമ്പോൾ തന്നെ അതിനെ ബാക്ക് ചെയ്തുകൊണ്ടുള്ള നിലവിളി എന്താ? കർത്താവേ, അവർ നഷ്ടപ്പെട്ടു പോയാൽ, അവർ ഈ സന്ദേശം സ്വീകരിക്കാതിരുന്നാൽ, അവർ നരകത്തിന്, നിത്യമായ ശിക്ഷയ്ക്ക് അർഹരായി തീരുമെന്നുള്ള വേദന നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ നമുക്ക് കഴിയുമോ? അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് ദ ലോർഡ് എക്സ്പെക്ട് ഫ്രം us. അതാണ് പ്രവാചകന്റെ ഹൃദയം. ഞാൻ ഒരു അനുഭവം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഈ സന്ദേശത്തിന് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുക. ഞാൻ +2 കഴിഞ്ഞ്, ഞാൻ ഒരിക്കലും ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്, എങ്കിലും ഒന്നുകൂടെ ഞാനിത് ആവർത്തിക്കുക. ഞാൻ 12-ാം ക്ലാസ് കഴിഞ്ഞ് നാട്ടിൽ എഞ്ചിനീയറിങ്ങിന് വന്നു കുറച്ച് നാൾ. അതിനുശേഷം ഞാൻ മടങ്ങി എൻ്റെ ചർച്ചിൽ ചെന്നു, സൗദിയിൽ. അപ്പോൾ ആ ചർച്ചിൽ ഞങ്ങൾ ആരാധന നടക്കുന്ന സമയം, ഒരു വെള്ളിയാഴ്ച ആരാധന നടക്കുമ്പോൾ നമ്മൾ പിള്ളേരൊക്കെ ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഞങ്ങളവിടെ എല്ലാവരും സാക്ഷ്യം പറയണം. ഒരറ്റത്തുനിന്ന് ഇങ്ങനെ സാക്ഷ്യം പറയണം. അപ്പം പാട്ടും പാടി സാക്ഷ്യം പറഞ്ഞ് ഇങ്ങനെ മാറി വരും. പക്ഷെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഞങ്ങൾക്ക് ഇതൊന്നും വലിയ അറ്റൻഷൻ നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മളിങ്ങനെ അങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങനെ ഫ്രണ്ടിലിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സാക്ഷ്യം ഒരു സൈഡിൽ നിന്ന് തുടങ്ങി. അന്ന് പ്രത്യേകമായിട്ട് സാക്ഷ്യം പറയുമ്പോൾ ഒരു അങ്കിൾ എഴുന്നേറ്റിട്ട് സാക്ഷ്യം പറയാം. അപ്പം പുള്ളിക്കാരൻ എഴുന്നേറ്റ് നിന്ന് ഗ്രീറ്റ് പോലും ചെയ്യാൻ കഴിയാതെ താൻ കരയുക, ഭയങ്കരമായിട്ട് വിങ്ങി പൊട്ടിക്കരയുക. അപ്പം ഞാൻ മനസ്സിലാക്കി, നാട്ടിലാരേലും മരിച്ചു പോയി കാണും. കാരണം സാധാരണ സൗദിയിലൊക്കെ, ഗൾഫിലാകുമ്പോൾ നാട്ടിലാരേലും മരിച്ചു എന്നുള്ളത് ഭയങ്കര വേദനയാണ്, അവർക്ക് പെട്ടെന്ന് വരാൻ പറ്റും, ഇങ്ങനെയുള്ള ഒരു ടെൻഷനുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ശ്രദ്ധിച്ച്, നമ്മളെല്ലാം നിശബ്ദമായി എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ വിങ്ങിപ്പൊട്ടി ഭയങ്കരമായിട്ട് കരയുക. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നത് പറ്റുന്നില്ല. പിന്നെ സാവധാനം ഒന്ന് ശാന്തമായി താൻ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. പുള്ളിക്കാരൻ ഇതാണ് പറയുന്നത്, വരുന്ന മാസം, അതായത് ഒരു മാസം കൂടെ കഴിയുമ്പോൾ താൻ നാട്ടിലേക്ക് വരാനിരിക്കുന്നതിൻ്റെ ഒരു മാസം മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. എന്തോ സംഭവം ചോദിച്ചാൽ, തൻ്റെ ദേശം, താൻ കുണ്ട്ര സ്വദേശിയാണ്, തൻ്റെ ദേശത്ത് താൻ പാർക്കുന്നതിൻ്റെ ആ ചുറ്റുപാടിൽ ഒരു കുടിയൻ വെള്ളമടിച്ച് ആ ദേശത്ത് മുഴുവനും അലമ്പായിട്ട് നടന്നിരുന്ന ഒരു മനുഷ്യൻ മരിച്ചുപോയി. അപ്പം ഞാൻ ഓർത്ത് പുള്ളിക്കാരൻ്റെ ആരെങ്കിലും ബന്ധുവായിരിക്കുമെന്ന്. അപ്പം ബന്ധുവൊന്നുമല്ല. പുള്ളിക്കാരൻ്റെ പോയിന്റ് ഇതാ, പുള്ളി പറയുക, അടുത്ത മാസം ഞാൻ നാട്ടിൽ ചെന്ന് ഞങ്ങളുടെ മുറ്റത്ത്, ഞങ്ങളുടെ ഫ്രണ്ടിൽ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ ഞാൻ എല്ലാ വർഷവും കൺവെൻഷൻ നടത്തുന്നതാ. ഒരു പക്ഷെങ്കിൽ ഒരു മാസം കൂടെ താൻ ജീവിച്ചിരുന്നെങ്കിൽ ഈ കൺവെൻഷൻ കേട്ട്
രക്ഷപ്പെട്ടേനെ എന്ന് ഓർത്ത് കരയാ. അന്ന് സത്യത്തിൽ എനിക്കിത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്തുവാ ഈ പറയുന്നത്? അത് എൻ്റെ എനിക്ക് ഊഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷെ ഇന്ന് ഞാനിത് സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, അങ്ങനെയുള്ളൊരു വേദനയാണ് സത്യത്തിൽ നമുക്കും ഉണ്ടാകേണ്ടത്. ആർ വി കൺസേൺഡ് ഫോർ പീപ്പിൾ ഹു ആർ ലോസ്റ്റ്? നഷ്ടപ്പെട്ടു പോകുന്ന ജനത്തെ ഓർത്ത് നമ്മുടെ ഉള്ളിൽ ഒരു വേദനയുണ്ടോ? ഞാൻ പ്രഭാതത്തിൽ പറഞ്ഞ കാര്യം ആവർത്തിച്ച് പറയുക. നമ്മൾ പ്രസംഗിക്കുന്ന കാര്യം നാം യഥാർത്ഥത്തിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ വി വുഡ് ബി ഇൻവോൾവ് ഇൻ ഇവാഞ്ചലിസം. നമ്മൾ ഇവിടെ പറയുന്ന കാര്യത്തിൽ നമ്മൾ ശരിക്കും വിശ്വസിച്ചാൽ അത് ചെയ്തേനേയും. പക്ഷേ അത് ഇവിടെ കൊണ്ട് തീരുക, ഈ ഹോളും കൊണ്ട് അത് തീരുക. നിത്യനരകം എന്ന് പറഞ്ഞ ദൈവകോപം, അതിവിടെ കൊണ്ട് നമ്മൾ വിട്ടിട്ട് പോവുക. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ ബന്ധത്തിലുള്ള, നമ്മുടെ കുടുംബത്തിലുള്ളവർ ഈ പറയുന്ന ദൈവകോപത്തിലാണോ? ആണെന്നല്ലേ നമ്മളിവിടെ കേട്ടെ, ആണെന്നല്ലേ നമ്മൾ പഠിച്ചേ. അവർ നിത്യനരകത്തിലേക്ക് പോകുന്നല്ലേ നമ്മൾ പഠിച്ചേ. ആണെങ്കിൽ ഹൗ ക്യാൻ വി ബിക്കം സോ കാഷ്വൽ? നമുക്കെങ്ങനെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റും? ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ അറിയോ? ഈ സന്ദേശങ്ങൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യണം, ഇത് നമ്മളെ ഹോണ്ട് ചെയ്യണം. എന്നെ കൂടെ ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. പ്രഭാതത്തിൽ പറഞ്ഞ ഭാഗം ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കണോ? പ്രഭാതത്തിൽ പ്രവാചകൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആ ദേശം മുഴുവനും, ഈ ഭാഗം നിങ്ങളൊന്ന് വായിക്കണം, രാവിലെ കടന്നു വരാതിരുന്നവർ, ആ ദേശം മുഴുവനും മരണപ്പറമ്പായിട്ട് മാറി. എല്ലാ ഭവനങ്ങളിലും മരണമാണ്. അതാ താൻ കാണുന്നേ. നമ്മളൊന്ന് മുന്നോട്ട് നോക്കി ചിന്തിച്ചേ. കർത്താവ് വന്നു, ഒന്ന് ഊഹിച്ച് നോക്കി. കർത്താവ് വന്നു കഴിയുമ്പോൾ, ഈ ലോകം അവസാനിച്ച് കഴിയുമ്പോൾ, നമ്മൾ സ്നേഹിച്ച് നമ്മൾ ഭാര്യയുമായിട്ട് കൊണ്ടു നടന്ന പലരും എവിടെ പോകാൻ പോവാ? ക്യാൻ യു ബിലീവ് ദാറ്റ്? കുറച്ചുകൂടെ ഞാൻ പറയട്ടെ, നമ്മുടെ സഭായോഗത്തിലേക്ക് വന്ന് കടന്നുപോയവരിൽ പലരും, ഡസ് ഇറ്റ് നോട്ട് ഗിവ് us some pressure? അത് നമ്മുടെ മേലെ ഒരു ഭാരം ചുമത്തുന്നില്ല? അത് നമ്മളെ ബോധർ ചെയ്യുന്നില്ലെങ്കിൽ ഐ ഡോണ്ട് നോ വാട്ട് എൽസ് ക്യാൻ ബോധർ യു. ഇത് നമ്മളെ ഇത് ഞാൻ പറഞ്ഞ, വീട്ടിലിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാനും പുറത്തിറങ്ങുമ്പോൾ അവരോട് സുവിശേഷം പറയാനും, അവരെ നമ്മൾ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ സുവിശേഷീകരണത്തിൻ്റെ പല രീതിയിൽ നമ്മൾ അവരോട് സമീപിക്കണമായിരിക്കും. ഇറ്റ് ഈസ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് പലപ്പോഴും കണ്ടംനേഷനാണ്. നമ്മൾ നമ്മുടെ സഭയുടെ അപ്പുറത്തുള്ള ഒരാളെ കാണുമ്പം അവരൊന്നും പോകത്തില്ല, നമ്മൾ പോകുമെന്നാ പറയുന്നത്. നല്ലതാ, നമ്മൾ പോട്ടെ, നമ്മൾ പോണം, പക്ഷെ അവരും പോണ്ടേ? അവരെ കണ്ടം ചെയ്ത് സംസാരിക്കാൻ എളുപ്പമാ. അവരെ നമ്മൾ ഉൾക്കൊള്ളുന്ന അതെല്ലാം തെറ്റാ, അതൊന്നും ശരിയല്ല, ഇവിടെ പറഞ്ഞാൽ ശരി, ശരിയാ, പക്ഷെങ്കിൽ എന്തോ ചെയ്തു നമ്മള്? എത്രത്തോളം കൺസേൺ നമ്മളിലുണ്ട്? ഞാൻ എന്നെ കൂടെ ഇതിനകത്തിൽ പ്രതി നിർത്തിക്കൊണ്ട് പറയാ. കാരണം ഞാൻ ഇതിന് ഐ എം ഓൾസോ ഡൂയിങ് ദ സെയിം തിങ്. ഐ അറ്റാക്ക് പീപ്പിൾ. ഞാൻ വെരി സ്ട്രോങ് ആയിട്ട് അറ്റാക്ക് ചെയ്യും. എന്തോ കണ്ടാലും നമ്മൾ വിമർശിക്കണം. പക്ഷേ എന്തായിരുന്നു മനസ്സിൻ്റെ ഉള്ളിലിരുന്നേ? ലുക്ക് അറ്റ് ദ ഹാർട്ട് ഓഫ് ദ പ്രൊഫറ്റ്. പ്രവാചകന്റെ ഹൃദയം ഇവിടെ കാണ്. നശിക്കുമെന്നും കൊല്ലുമെന്നും ദൈവം പറയുമ്പോൾ ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുക. ദൈവമേ, അവരെ കൂടി വിടുവിക്കണമേ. അങ്ങനെ നമ്മുടെ ഉള്ളിലൊരു വേദന ഇന്ന് പിടിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ സുവിശേഷം പറഞ്ഞ ആരെങ്കിലും നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടോ? നമ്മുടെ ബന്ധത്തിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഇതുവരെയും പലവട്ടം സുവിശേഷം പറഞ്ഞു, സഭയെ വിളിച്ചു, അവർക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? നമ്മുടെ ഉറക്കത്തെ ഇത് നഷ്ടപ്പെടുത്തുന്നത് പോലെ, ഉറങ്ങിക്കെടുക്കുമ്പോഴൊക്കെ പേടിച്ച് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് പോലെയൊക്കെ ഇത് നമ്മളെ പിടിക്കട്ടെ. ബിക്കോസ് ഇറ്റ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ വെരി സൂൺ. എത്രയും പെട്ടെന്ന് ഇത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ ഭാഗത്തെ ഇവിടെ നിർത്തിയിട്ട് സന്ദേശത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ താല്പര്യപ്പെടുക. ഒരു 20 മിനിറ്റൂടെ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അടുത്തതായിട്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ദ ഫസ്റ്റ് തിങ് ഞാൻ പറയുന്നത്, ഈ വിലാപത്തിൽ കൂടെ നമ്മൾ പ്രവാചകന്റെ ഹൃദയമാണ് മനസ്സിലാക്കുന്നത്. അത് ഞാനിപ്പോൾ പറഞ്ഞത്. രണ്ടാമതായിട്ട് ഞാൻ രാവിലെ പറഞ്ഞതാണ്, ഈ വിലാപത്തിലെ ചില ഭാഗങ്ങൾ യഹോവയായ ദൈവം തന്നെ പറഞ്ഞിരിക്കുക നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ വേഴ്സ് 4, 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, എന്നെ അന്വേഷിച്ച് ജീവിക്കുവീൻ. ഇങ്ങനെ പറയുന്ന ഭാഗങ്ങളുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം തന്നെ നേരിട്ട് പറയുന്ന ചില ഭാഗങ്ങൾ ഈ വിലാപങ്ങളിലുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയവും നമുക്കിവിടെ കാണാൻ പറ്റും. ദ ഹാർട്ട് ഓഫ് ഗോഡ്. ദൈവം എന്താണ് പ്രതീക്ഷിച്ചിരുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നേ?
വാട്ട് വാസ് ഗോഡ് എക്സ്പെക്ടിങ്? ദൈവത്തിന്റെ ഹൃദയത്തിൽ എന്തായിരുന്നു? അത് നമുക്കൊന്ന് മനസ്സിലാക്കണം. ഈ 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 2 നിലയിൽ ഇതിനെ നമുക്ക് കാണാം. 2 നിലയിൽ. ഒരു ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ മൊത്തം മരണമാണ്, നിലവിളിയാണ്, ദൈവം നശിപ്പിക്കുകയാണ്, ഇവർക്കിനി നിവർന്നു നിൽക്കാൻ പറ്റത്തില്ല, ഇറ്റ് ഈസ് ഓവർ, ഒരു പ്രതീക്ഷയും ഇല്ലെന്ന് ഒരു സൈഡിൽ പറയുന്നു. അപ്പോൾ ചിലർ പറയുന്നത് നാശത്തിന് എന്തോ ഇല്ല, മാറ്റം, ഇനി എന്തോ ചെയ്താലും ജനം രക്ഷപ്പെടത്തില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ കാണാം. മറു സൈഡിൽ ഈ വാക്യങ്ങളിൽ, ഈ അധ്യായത്തിൽ തന്നെ ചില ഭാഗങ്ങളിൽ ദൈവം തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അന്വേഷിച്ചാൽ ജീവിക്കും. ചെറിയൊരു നേരിയ പ്രതീക്ഷ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിസ് ലെമന്റേഷൻ, ഈ വിലാപം ഒരു സൈഡിൽ ഉറപ്പിച്ചു പറയുന്നത് ഒരു ന്യായവിധിയാണ്. റിജക്ഷൻ ഓഫ് ദ മെസ്സേജ് വിൽ ബി ഷുവർ ജഡ്ജ്മെന്റ്. സന്ദേശത്തെ തള്ളിക്കളയുന്നവന് ഉറപ്പായിട്ടും ന്യായവിധി ഉണ്ട്. അതോടൊപ്പം ഇതിനോട് പ്രതികരിക്കുന്നവർ, ദൈവത്തിലേക്ക് തിരിയുന്നവർക്ക് രക്ഷപ്പെടാനുള്ള വഴിയുമുണ്ട്. ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കാമോ? 15-ാം വാക്യം എന്ന് വായിക്കാമോ? 15-ന്റെ അവസാന ഭാഗം. പക്ഷേ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ യോസേഫിൽ ശേഷിപ്പുള്ളവരോട് കൃപ കാണിക്കും. വലിയൊരു കൂട്ടം ന്യായവിധിയിലേക്ക് പോകുമ്പോൾ ദ ലോർഡ് ഈസ് ലുക്കിംഗ് ഫോർ എ റെമനന്റ്. ദൈവത്തിലേക്ക് തിരിയുന്ന ഒരു ശേഷിപ്പ് അവിടെ ഉണ്ടാകും എന്നാണ് പ്രവാചകൻ പറയുന്നത്. അതെല്ലാ കാലഘട്ടത്തിലും പ്രസക്തമാണ്. ഒരു വലിയ കൂട്ടത്തിൽ ഇങ്ങനെ പോയി, പക്ഷെങ്കിൽ അതിൻ്റെ നടുവിൽ കർത്താവിങ്കിലേക്ക് തിരിയുന്ന ഒരു ശേഷിപ്പ് ഉണ്ടാകും. ഞാനിത് പറയുമ്പോൾ രാവിലെ പറഞ്ഞ ഭാഗം ഒന്നുകൂടെ കൂട്ടുക. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ഞാൻ നിന്റെ പ്രവൃത്തിയെ അറിയുന്നു, ജീവൻ ഉള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. അടുത്ത ഭാഗം, ഉണർന്നു കൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ഐ വോണ്ട് ടു ഇതുമായിട്ട് കണക്ട് ചെയ്താണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. പുറമേ നോക്കിയ ജീവനുണ്ട്. ഈ ദേശത്ത് വസിക്കുന്ന ജനമാരും മരിച്ചില്ല. ദേ ആർ മോർ ദാൻ അലൈവ്. അവർ ജീവൻ ഉണ്ടെന്ന് മാത്രമല്ല, ദേ ആർ അറ്റ് ദ ബെസ്റ്റ് ഓഫ് ദിയർ ലൈഫ് ടൈം. അവരോടാണ് പ്രവാചകൻ പറയുന്നത്, നിങ്ങൾ നശിച്ചിരിക്കുക. ഇവിടെ വെളിപ്പാടിൽ യോഹന്നാൻ കണ്ടിട്ട് പറയാ, എന്തുവാ നിന്റെ പേര്? ജീവൻ ഉണ്ടെന്നാ പേര്. പക്ഷെങ്കിൽ നിന്നിൽ മിക്ക പേർക്കും എന്തോ പറ്റി, ചാവാറായി. ശക്തിപ്പെട്ടില്ലെങ്കിൽ എന്തോ പറ്റും? If you don't come back, what's going to happen? ചത്തുപോകുന്നതിന്റെ അർത്ഥം ഇവിടെ അതാ പറയുന്നത്. ന്യായവിധി ഉണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷെങ്കിൽ ഒരു കൂട്ടം, ഒരു ശേഷിപ്പ് ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ ദൈവം കരുണ കാണിക്കും. ദൈവത്തിന്റെ ഹൃദയം അവിടെ നമുക്ക് കാണാം. ദ ഗ്രേഷ്യസ് ഹാർട്ട് ഓഫ് ഗോഡ്. കരുണ ചെയ്യുന്ന ദൈവത്തിന്റെ ഹൃദയം അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പ്രധാനമായിട്ടും നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് 4, 5, 6 വാക്യങ്ങളിലേക്കാണ്. 4, 5, 6 വാക്യം. അവിടെ നിന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്ന കാര്യം ഇതാണ്. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞത്, പ്രവാചകന്റെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഇവാഞ്ചലിസം, സുവിശേഷീകരണത്തോട്, അവിശ്വാസികളോടുള്ള നമ്മളുടെ ശുശ്രൂഷയെപ്പറ്റി, സുവിശേഷീകരണത്തെ പറ്റിയാണ്. രണ്ടാമതായിട്ട് ഇവിടെ ഇപ്പൊ പറയാൻ താല്പര്യപ്പെടുന്നത് ആർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വർഷിപ്പ്, ആരാധനയോടുള്ള നമ്മുടെ മനോഭാവം. അതാണ് 4, 5, 6 വാക്യങ്ങളിൽ നിന്ന് ഞാൻ തുടർന്നുള്ള ഒരു 10-15 മിനിറ്റ് സംസാരിക്കാൻ താല്പര്യപ്പെടും. ഒന്ന് വായിക്കാമോ? 4 മുതലുള്ള 6 വരെയുള്ള വാക്യങ്ങൾ. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പീൻ. ബേഥേലിനെ അന്വേഷിക്കരുത്, ഗിൽഗാലിലേക്ക് ചെല്ലരുത്, ബേർഷേബയിലേക്ക് കടക്കുകയും അരുത്. ഗിൽഗാൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും, ബേഥേൽ നാസ്തിയായി ഭവിക്കും. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് യഹോവയെ അന്വേഷിപ്പീൻ, അല്ലെങ്കിൽ അവൻ ബേഥേലിൽ ആർക്കും കെടുത്തുവാൻ കഴിയാത്ത ഒരു തീ പോലെ യോസേഫ് ഗൃഹത്തിന്മേൽ ചാടി അതിനെ ദഹിപ്പിച്ചു കളയും. ഈ 2-3 വാക്യങ്ങളിൽ ബേഥേല്, ഗിൽഗാല്, ബെർഷേബ ഈ പേരുകൾ ആവർത്തിച്ച് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ബേഥേൽ എന്ന് 3 വട്ടം, ഗിൽഗാൽ എന്ന് 2 വട്ടം, ബെർഷേബ എന്ന് 1 വട്ടം നമുക്ക് കാണാൻ പറ്റും. ഈ 3 സ്ഥലങ്ങൾ
ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തി അർഹിച്ച സ്ഥലങ്ങളാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് എന്തുവാണ് ഇവിടെ നടന്നിരുന്നതെന്ന് ചോദിച്ചാൽ, മുൻപൊരു ഭാഗത്ത് പറഞ്ഞതായതുകൊണ്ട് അധികം ഡീറ്റെയിൽ അവിടേക്ക് പറയുന്നില്ല. പ്രധാനമായിട്ടും രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ ജനമെല്ലാം യെരൂശലേമിൽ, യഹൂദയിൽ പോയി ആരാധിക്കാതെ ഇരിക്കേണ്ടതിന് ഇസ്രായേലിന്റെ രാജാവ് ചെയ്ത ഒരു ക്രമീകരണമാണ് യെരൂശലേമിന് പകരം ആരാധനാ സ്ഥലങ്ങൾ. നമ്മൾ 4-ാം അധ്യായം വായിച്ചപ്പോൾ അവിടെ ബെതേലും ഗിൽഗാലുമായിരുന്നു. ഇവിടെ ബെതേലുണ്ട്, ഗിൽഗാലുണ്ട്, ബർഷേബയുണ്ട്. ഇതൊക്കെ അവിടുത്തെ പോപ്പുലറായിട്ടുള്ള സിറ്റികളാണ്. ഇവിടൊക്കെയാണ് ജനമെല്ലാം ഒന്നിച്ച് ആരാധനയ്ക്ക് വേണ്ടി കൂടുന്നത്. ഈ സ്ഥലങ്ങളെ നോക്കിക്കൊണ്ട് യഹോവയായ ദൈവം പറയാ, നിങ്ങളുടെ ആരാധനയെ ഞാൻ വെറുക്കുന്നു. ഐ ഹേറ്റ് യുവർ വർഷിപ്പ് എന്ന് പറഞ്ഞ ആരാധന ദൈവത്തിന് വേണ്ടെന്ന്. അത് തെളിയിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. ലുക്കറ്റ് ഈ അധ്യായത്തിൽ തന്നെ 5-ാം അധ്യായത്തിന്റെ ലുക്കറ്റ് 21 21-ാം വാക്യം നോക്കിയേ. നിങ്ങളുടെ ഉത്സവങ്ങളെ ഞാൻ ദ്വേഷിച്ച് നിരസിക്കുന്നു. നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. അയ്യോ, ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത് എന്തോ അറിയോ? നമ്മുടെ സഭായോഗങ്ങളിൽ ദൈവത്തിന് പ്രസാദം ഉണ്ടോന്നാ. നമ്മുടെ ഉത്സവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്സവമായിട്ട് ഉണ്ടോ? ഇല്ല. എന്നാലും നമുക്ക് പല മീറ്റിംഗ് ഉണ്ടല്ലോ, സഭ കൂടി വരുന്ന പല യോഗങ്ങളുണ്ടല്ലോ. നമുക്കൊന്ന് ചിന്തിക്കാം, ഇതിനകത്തിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. എന്താ ദൈവം അവരുടെ ആരാധന സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്നത്? എന്താ കാരണം? ഞാനിതിന് മുമ്പ് പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഒന്നാമത്തെ കാരണം, ആരാധന എന്തുകൊണ്ട് ദൈവം സ്വീകരിച്ചില്ല? ഫസ്റ്റ് റീസൺ ഈസ്, അവർ ഈ സ്ഥലങ്ങളിൽ ആരാധിക്കുന്ന യഹോവയെ മാത്രമല്ല, യഹോവയ്ക്കൊപ്പം വെച്ചിരുന്ന കാളക്കുട്ടിയുണ്ട്, കനാന്റെ ദൈവമുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിച്ചേരുന്ന ഒരു ആരാധന അവർ നടത്തിക്കൊണ്ടിരുന്നത്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഗോഡ് അലോൺ, യഹോവ മാത്രമല്ല, ഇതെല്ലാം കൂടെ ചേർത്തുള്ള ഒരു ആരാധന. അത് ആർക്കിഷ്ടമല്ല? ദൈവത്തിന് ഇഷ്ടമല്ല. മനസ്സിലായോ? നമ്മൾ ആരാധിക്കുന്നത് ആരെ മാത്രമായിരിക്കണം? ഒരു ഇംഗ്ലീഷിൽ ഒരു കൊട്ടേഷൻ ഉണ്ട്, ഐദർ ജീസസ് ഈസ് ലോർഡ് ഓഫ് ഓൾ യുവർ ലൈഫ് ഓർ ഹി ഈസ് നോട്ട് ലോർഡ് അറ്റ് ഓൾ. നമ്മൾ ചിന്തിക്കും, നമുക്ക് സൺഡേ ആരാധനയാണ് എന്ത് ഇഷ്ടം, കൂടുതൽ ഇഷ്ടം. ബാക്കിയുള്ള ദിവസങ്ങൾ ആരാധിക്കുന്ന എന്തുവാ? നമുക്ക് നമ്മുടെ ജോലിയുണ്ട്, മക്കളുടെ പഠനമുണ്ട്, നമുക്ക് നമ്മുടേതായ കാര്യങ്ങളുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് സത്യത്തിൽ വി ഹാവ് റീച്ച്ഡ് എ ടൈം, ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തുവാ, ഈ ആരാധന പോലും എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ടു ഗെറ്റ് ദാറ്റ്. ആരാധിച്ച് വിടുതലെടുക്കാന്ന് പറഞ്ഞാൽ, ആരാധിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ, ചില യോഗത്തിലൊക്കെ പറഞ്ഞ, ഇന്ന് നീ ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ സംഭവിച്ചത് അഴിഞ്ഞുകൊണ്ടിരിക്കുക. വീട്ടിൽ അഴിയുക മാത്രമല്ല, നീ സമർപ്പിച്ചിരിക്കുന്ന ചില രേഖകൾ ദൈവം നീട്ടുകയാണ്, അത് തുറക്കുകയാണ്, അഴിക്കുകയാണ്. കിട്ടിയിട്ടില്ല? അപ്പത്തേക്ക് മാറുമല്ലേ. എന്തിനെ ആരാധിക്കുന്ന? ആക്ച്വലി ദിസ് ഈസ് ജസ്റ്റ് ഒരു മീഡിയം പോലെ. ദൈവത്തിന് അത് ഇഷ്ടമല്ലെന്നാ ദൈവം പറഞ്ഞു. നമ്മൾ ദൈവത്തെ കർത്താവിനെ സ്വീകരിച്ച ഹീ ഷുഡ് ഡിസൈഡ്. ദൈവമാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്നതാണ് ആരാധന. യു ഗോട്ട് മൈ പോയിന്റ്? ദൈവത്തെ, യേശുവിനെ ഞാൻ കർത്താവ് എന്ന് പരസ്യമായി പറഞ്ഞാൽ, യേശുവാണ് എൻ്റെ ജീവിതത്തെ നയിക്കുന്നത് ഓരോ ചുവടും. അങ്ങനെയുള്ള ജീവിതമാണ് ആരാധന, അല്ലാതെ സൺഡേയിലല്ല. സൺഡേയിൽ കൂടുന്ന 4 മണിക്കൂറല്ല. സോ ദാറ്റ് ഈസ് വൺ തിങ് ദാറ്റ് ദ ലോർഡ് ഹേറ്റഡ്. രണ്ടാമതായിട്ടുള്ള കാര്യം എന്താ അറിയാമോ? രണ്ടാമതായിട്ട്, വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല, മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ഈ ആരാധന നമ്മൾ സാധാരണ പറയല് വിശുദ്ധ സഭായോഗം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഇത് വിശുദ്ധ ആരാധനയല്ല. അവിടെ എന്തോ നടന്നതെന്നറിയാമോ? 2-ാം അധ്യായത്തിലേക്ക് എഴുതിയിരിക്കുന്നത്, വീഞ്ഞ ദേവാലയത്തിൽ കൊണ്ട് കുടിക്കുന്നു, തോന്നിയ വഴിക്ക് ജീവിക്കുന്ന ഒരാരാധനാ രീതിയിലേക്ക് ഇവരെത്തി. 4-ാം അധ്യായം നമ്മൾ ചിന്തിച്ച ഭാഗത്തിൽ പറയുന്നത്, പ്രവാചകൻ തന്നെ പറയുന്നുണ്ട്, എന്തുവാ? നിങ്ങൾ ബേഥേലിൽ ചെന്ന് അതിക്രമം ചെയ്യുവീൻ, ഗിൽഗാലിൽ ചെന്ന് അതിക്രമം വർദ്ധിപ്പിക്കുവീൻ. കാരണം എന്താ? ആലയത്തിൽ ആരാധന ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരാധനയുണ്ട്, പക്ഷെങ്കിൽ ജീവിത വിശുദ്ധി ഇല്ല. അത് നമ്മൾ ഇന്നലെ കേട്ട പ്രസംഗത്തിൽ കർത്താവിന്റെ ദാസൻ നല്ല നിലയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തു. അതിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. കർത്താവിന്റെ ദാസൻ എടുത്തു പറഞ്ഞ കാര്യം ഇതാണ്, നമ്മൾ രക്ഷിക്കപ്പെട്ടത്
നല്ല പ്രവർത്തികൾ കൊണ്ടല്ല. പക്ഷെ എന്തിനു വേണ്ടിയാണ് രക്ഷിച്ചത്? നല്ല പ്രവർത്തികൾക്ക് വേണ്ടിയാണ്. നമുക്കൊരു തെറ്റിദ്ധാരണ അറിയാതെ വരും, അവർക്കതാ പറ്റിപ്പോയത്. ദേ തോട്ട് വർഷിപ്പ് ഈസ് എ സബ്സ്റ്റിറ്റ്യൂട്ട്. എന്തിനു പകരമാ? നല്ലതായിട്ട് ജീവിക്കുന്നതിന് പകരം, റൈറ്റ് ലിവിങ്ങിന് പകരം, സൽപ്രവർത്തികൾക്ക് പകരം എന്തോ ചെയ്താൽ മതി? ആരാധിച്ചാൽ മതി എന്നുള്ളൊരു തോന്നൽ. നഷ്ടപ്പെട്ടു പോയത് എന്തോ അറിയാമോ? ദൈവഭയമാണ് നഷ്ടപ്പെട്ടു പോയത്. They were not afraid of the God whom they were worshipping. എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ നമ്മൾ ചിന്തിച്ചിട്ടുള്ള ബന്ധത്തിൽ പറഞ്ഞാല്, സഭായോഗത്തിൽ വരുമ്പോ അന്യഭാഷ നിർത്താൻ പറ്റുന്നില്ല, പക്ഷെങ്കിൽ നാക്കിനെ പുറത്തിറങ്ങിയാൽ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അത് രണ്ടുകൂടെ അതൊരു എന്തൊരു കോൺട്രഡിക്ഷനാന്ന് ഓർത്ത് നോക്കിക്കേ. അതെന്താണെന്നറിയാം, ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ പറയാം. We tend to think, നമ്മുടെ ഉള്ളിൽ അറിയാതൊരു ചിന്ത വന്നു, ഞാൻ ഇവിടെ ഒന്ന് ശരിക്കൊന്ന് ആരാധിച്ചു കഴിഞ്ഞാൽ പാപം പോകുന്നൊരു ചിന്ത. അത് മറ്റു മതങ്ങളിലൊക്കെ ഉണ്ട്. എവിടെ പോയാൽ മതി? അവിടെ ആ മലയൊന്ന് കയറി വന്നാൽ ദൈവത്തിന്റെ പ്രസാദം കിട്ടും. ഞാൻ ഇന്നതൊന്ന് ചെയ്താൽ ദൈവത്തിന്റെ പ്രസാദം കിട്ടും. ഞാൻ ഇവിടെ പറയട്ടെ, ഇവിടെ വന്നു പോകുന്നത് കൊണ്ട് അങ്ങനെ ദൈവത്തെ കളിപ്പിക്കാൻ പറ്റത്തില്ല. പാപം ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അത് ദൈവപുത്രന്റെ രക്തത്തിൽ ആശ്രയിച്ച് കഴുകൽ നേടണം. അതല്ലാതെ ഇവിടെ ദൈവത്തിന് കളിപ്പിക്കാൻ പറ്റുന്ന പരിപാടിയില്ല. അവരത് ചിന്തിച്ചേ. ദാറ്റ് ഈസ് വൈ. അതുകൊണ്ട് ദൈവം പറയാം, ഞാൻ നിങ്ങളുടെ ഉത്സവം വെറുക്കുന്നു, നിങ്ങളുടെ സഭായോഗം വെറുക്കുന്നു. മറ്റൊന്ന്, മൂന്നാമതായിട്ടൊരു കാര്യം കൂടെ. മൂന്നാമതായിട്ട് അവിടുത്തെ ആരാധനയുടെ ഒരു രീതി എന്താ അറിയോ? അവരൊരു പരിധി വരെ അവരെ തന്നെയാണ് ആരാധനയിൽ പ്രൊജക്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ഒരു വാക്യം ഞാൻ വായിക്കുന്നു, 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. പുളിച്ച മാവ് കൊണ്ടുള്ള സ്തോത്രയാഗം അർപ്പിപ്പീൻ, സ്വമേധാർപ്പിതങ്ങളെ ഘോഷിച്ച് പ്രസിദ്ധമാക്കുവിൻ. എന്ന് പറഞ്ഞ ആരാധന എന്തിനു വേണ്ടിയാ? പബ്ലിസിറ്റി, പ്രസിദ്ധമാക്കാൻ പോവാണ്. ആരാധിച്ചിട്ട് ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് വേണ്ടി ഇവർ കൂടി വരും. ബഥേൽ, ഗിൽഗാൽ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ ഞാനിവിടെ വന്നിട്ടുണ്ട് എന്ന് ഒന്ന് അറിയിക്കണം. എന്തിനാ ഇത് നടത്തുന്നതെന്ന് ചോദിച്ചാൽ, വി നീഡ് ടു പ്രൊജക്റ്റ് അവർ സെൽഫ്. ഞാനിവിടെ, നമ്മളാണ് ഇവിടുത്തെ ആളെന്നുള്ള നിലയിൽ അവർ വിളങ്ങാൻ വേണ്ടി, പ്രസിദ്ധമാക്കാൻ വേണ്ടി. ഞാൻ വേദനയോടെ കാര്യം പറയട്ടെ, ഞാൻ ഇവിടെ വന്ന് ഇന്നിപ്പോ ഞാൻ പ്രസംഗിക്കുക, ഞാൻ ഈ പ്രസംഗത്തിൽ കൂടെ ഇങ്ങനെ അങ്ങ് എന്നെ ആണ് ഇതിൽ കൂടെ ആളാക്കാൻ ശ്രമിക്കുന്നെങ്കിൽ ഇറ്റ് ഈസ് എ ഡിസാസ്റ്റർ. ഇതൊരു ഭയങ്കര പരാജയമായിട്ട് മാറുക. നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അതാണ്. ആ വാക്യത്തിൽ തന്നെ പറയുന്ന കാര്യമുണ്ട്, അവർക്ക് അതായിരുന്നു ഇഷ്ടം എന്ന് പറഞ്ഞാൽ വേറൊരു രീതി ഇതാ, അവർക്കിഷ്ടമുള്ള പാട്ടായിരിക്കണം, അവർക്കിഷ്ടമുള്ള പ്രസംഗിയായിരിക്കണം. അങ്ങനെ പീപ്പിൾ ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങൾ നടത്തുന്ന ഒരു ആരാധന രീതി. ദൈവം ഇതെല്ലാം വെറുക്കുന്നു, ദൈവം ഇതെല്ലാം വെറുക്കുന്നു, ദൈവം ഇതെല്ലാം വെറുക്കുന്നു. നമ്മുടെ ആരാധന എങ്ങനെയുണ്ട്? നമ്മുടെ ആരാധന എങ്ങനെയുണ്ട്? ഇനിയാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് വരുന്നത്. 4-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. 4-ന്റെ 5-ന്റെ 4-ഉം 5-ഉം 6-ഉം വാക്യങ്ങൾ. ഇവിടെ ഞാൻ പറഞ്ഞില്ല, 3 സ്ഥലങ്ങളെ പറ്റി ഇവിടെ പറയുന്നത്. ഗിൽഗാൽ, ബഥേൽ, ബെർഷേബ. ഈ ദൈവം ഇവരോട് പറയുന്നത് എന്തോ ശ്രദ്ധിക്കണം. ദൈവം പറയാ, നിങ്ങൾ ബഥേലിൽ ഇനി എന്തോ ചെയ്യണ്ട? അന്വേഷിക്കണ്ട. ബെർഷേബയിൽ പോകണ്ട, ഗിൽഗാലിലും പോകണ്ട. മറിച്ച് നിങ്ങൾ എന്തോ ചെയ്യണം? എന്നെ അന്വേഷിക്കണം എന്ന് പറയാം. ഇത് സത്യത്തിൽ ഒരു ചോയ്സ് പോലെ അവരുടെ മുമ്പിൽ വെക്കുക. 2 കാര്യങ്ങൾ തമ്മിൽ തിരഞ്ഞെടുക്കുക. ഐദർ യു വാണ്ട് എ പ്ലേസ് ഓഫ് വർഷിപ്പ്, ആരാധനയുടെ സ്ഥലമാണോ അതോ എന്നെയാണോ വേണ്ടേ? ഈ വാക്യത്തിന്റെ ഒറ്റ വായനയിൽ ചിലരൊക്കെ സ്തോത്രം പറയും ഉള്ളിൽ, ഇനിയിപ്പോ ചർച്ചിൽ പോണ്ട, ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് വീട്ടിൽ ഇരുന്നാൽ മതി എന്നല്ല ആ വാക്യത്തിന്റെ അർത്ഥം. അവിടെ ബഥേൽ, ഗിൽഗാൽ, ബെർഷേബ, അവിടെ നടന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അവിടെ അശുദ്ധിയും അന്യാരാധനയും നടന്നത് കൊണ്ട് ദൈവം അവിടെ നിന്ന് പോയി. God is not there in the place. God is not there in the place. അതുകൊണ്ട് അവിടെ ഇനി പോകണ്ട, അതുകൊണ്ട് അവിടെ ഇനി പോകണ്ട. ഞാൻ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞ ഈ സ്ഥലത്തെ, നമ്മളിപ്പോൾ കൂടി വന്ന ഈ ബിൽഡിംഗ്, ഈ ആലയത്തെ why do we call it as a church? നമ്മൾ ഇതിനെ സഭ എന്നും ദേവാലയം എന്നൊക്കെ വിളിക്കാൻ കാരണം എന്താ? നമുക്ക് പിന്നെ കുരിശൊന്നുമില്ല, നമുക്ക് എന്തോ ഉള്ള ഇവിടെ ഒന്ന് ദേവാലയമാണെന്ന് പറയാനുള്ള കാരണം എന്താ? നമ്മൾ അങ്ങനെ പറയാറില്ലേ? വാട്ട് മേക്സ് ദിസ് ബിൽഡിംഗ് എ ചർച്ച്? ഇവിടെ എബി പാസ്റ്റർ പ്രസംഗിക്കുന്നതുകൊണ്ടാണോ, അതോ ഞങ്ങൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നതുകൊണ്ടാണോ, അതോ ഇവിടെ പാട്ടുള്ളത് കൊണ്ടാണോ, ഈ സൗണ്ടും ബോക്സ് ഒക്കെ ഇരിക്കുന്നതുകൊണ്ടാണോ? എന്താ ഇവിടെ ഇറങ്ങുന്ന ദൈവ സാന്നിധ്യമോ?
നിങ്ങൾ അംഗീകരിക്കുന്നില്ല? ഇവിടെ അങ്ങ് ദൈവസാന്നിധ്യമാണ്. ദ പ്രസൻസ് ഓഫ് ഗോഡ് ഈസ് ഇൻ ദിസ് പ്ലേസ്. അത് നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ ദൈവം നമ്മുടെ നടുവിൽ ഇറങ്ങുന്നത് കൊണ്ടാണ് ഇത് ദേവാലയമായി ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകത വരുന്നത്. ഇഫ് ഗോഡ് ഈസ് നോ ലോnger ഇൻ ദിസ് പ്ലേസ്, പിന്നെ ഇതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇല്ല. ദൈവമക്കൾ ഒന്നിച്ചു കൂടുന്നിടത്ത് ദൈവ സാന്നിധ്യം ഉള്ളത് കൊണ്ടല്ലേ. ഇവിടെ പറയാ ഗിൽഗാലിൽ അവിടെ നിന്ന് ഞാനില്ല. സോ യു ലീവ് ഓൾ ദാറ്റ്. അതെല്ലാം വിട്ടിട്ട് നിങ്ങൾ ദൈവത്തെ അന്വേഷിപ്പീൻ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഐ കം ടു ദ പ്ലേസ്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വരുന്നത് എന്തിനാണ് എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഈ ജനം ഇവർ ഗിൽഗാൽ, ബേതേൽ, ബെർശബേ പോവാ. പക്ഷെ ഇവരെന്തോ അനുഭവിച്ചില്ല. അവിടെ ദൈവ സാന്നിധ്യം അനുഭവിച്ചില്ല. അവർ ദൈവത്തെ മീറ്റ് ചെയ്തില്ല. അവർ ദൈവത്തിലേക്ക് തിരിയുന്നില്ല. പക്ഷെ അവിടെ എന്തോ ഉണ്ട്. നെയിം സേക്ക് ആയിട്ട്, പെർഫോമൻസ് ആയിട്ട് ആരാധനയുണ്ട്. അവരതിന് പോവാ. നൗ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം എന്താ അറിയോ? ചർച്ചിൽ വന്നു, യാ ഇറ്റ്സ് ഗുഡ്. പക്ഷെ ഇവിടെയുള്ള ദൈവത്തെ, ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചോ? ആർ വി മീറ്റിംഗ് വിത്ത് ഗോഡ് ഇൻ ഹിസ് പ്ലേസ്? സ്ഥലത്തിനല്ല പ്രാധാന്യം, ദൈവത്തിനാണ് പ്രാധാന്യം. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു എന്ത് പറയുന്നത്, നമ്മളോട് തന്നെ പറയുന്നത്, ഇന്ന് ഞാൻ സഭായോഗത്തിന് പോയി, ഇന്ന് ഞാൻ തിരുവല്ലേന്ന് ഇവിടെ കടപ്രയ വന്നു. സ്ഥലത്തിനല്ല പ്രാധാന്യം, സ്ഥലത്തിലുള്ള ദൈവത്തിനാണ് പ്രാധാന്യം. ഞാൻ കഴിഞ്ഞ ഫാസ്റ്റിംഗ് പ്രേയറിൽ 1 സാമുവേൽ 3:2-3 സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടെ ശമൂവേലിന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അതിന് തൊട്ട് മുമ്പിലത്തെ ഒരു വാക്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ശമൂവേൽ അതുവരെയും ദൈവത്തെ അറിഞ്ഞുമില്ല, ദൈവശബ്ദം. പക്ഷെ ശമൂവേൽ എവിടെ ആയിരുന്നു? ദേവാലയത്തിൽ ആണ് എന്ന് മാത്രമല്ല, ഏലിയുടെ ആരാ? വലങ്കൈയാണ്. ഏലിക്ക് ശരിക്കും കണ്ണൊന്നും കാണുന്നില്ല. ശുശ്രൂഷയുടെ എനിക്ക് തോന്നുന്നത് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചത് ആരായിരിക്കും? ശമൂവേലായിരിക്കാം. കാരണം ഏലിയുടെ മക്കൾ ഇതുവഴി പോയി, വേറെ വഴിക്ക് പോയി. അപ്പൊ കാണുന്നവരൊക്കെ എന്ത് പറയും ശമൂവേലിനെ പറ്റി? നല്ലൊരു ആത്മീയ അച്ചടക്കമൊക്കെ ഉള്ളൊരു പൈതല. കാരണം ബാക്കി രണ്ടെണ്ണം എന്ത് ചെയ്യും? അവർ യാഗത്തിലുള്ളതെല്ലാം ഇവിടെ എടുത്ത് ആകെ പാപ വഴി ജീവിക്കുമ്പോഴാണ് ശമൂവേല് ഇങ്ങനെ നിൽക്കുക. പക്ഷെ വചനം പറയാ അവൻ എന്തോ ഉണ്ടായിട്ടില്ല, ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവ ശബ്ദം കേട്ടിട്ടില്ല. അയ്യോ, സത്യത്തിൽ വാട്ട് ഈസ് ദ പ്രോബ്ലം? ഞാനൊരു ഇതുവരെ പറഞ്ഞാൽ, ഒരു പരിധിയിൽ കടന്നു പറഞ്ഞാൽ, നമ്മൾ ദേവാലയം കൊണ്ട് സംതൃപ്തി അണയരുത്. We shouldn't be satisfied with just coming to a place. We should be satisfied with meeting God. ദൈവത്തെ കാണുന്നതിൽ, ദൈവ ശബ്ദം കേൾക്കുന്നതിലാണ് നമുക്ക് സന്തോഷം ഉണ്ടാവേണ്ടത്. ഇന്നത്തെ സഭയിൽ നടക്കുന്നത് എന്താ? കടന്നു വരുന്നവർ ദൈവത്തെ അറിയാതെ പോകുന്ന ഒരവസ്ഥ. Let that not happen with us. അത് നമുക്കത് സംഭവിക്കാതിരിക്കട്ടെ. പാട്ടുണ്ട്, ടൈത്തിങ് ഉണ്ട്. 3-4 അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്. റെഗുലറായിട്ട് ടൈത്തിങ് ഉണ്ട്, റെഗുലറായിട്ട് വർഷിപ്പ് ഉണ്ട്. പക്ഷെ ദൈവവുമായിട്ട് എന്തോ ഇല്ല, ബന്ധമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യം. അവിടെ ഉള്ളവരോട് ചോദിച്ചാൽ, അവിടെ ഉള്ള ഒരു ഇസ്രായേലിൽ കൂടെ പോകുന്ന ഒരു മനുഷ്യനോട് ആമോസ് ചോദിക്കുക, ഏത് സഭയില്? ഞങ്ങൾ ഗിൽഗാൽ പെന്തക്കോസ്റ്റൽ അസംബ്ലി. മറ്റവന് അവൻ ബഥേൽ ക്രിസ്ത്യൻ അസംബ്ലി, മറ്റേ ബെർഷേബ ഇന്റർനാഷണൽ മിനിസ്ട്രീസ്. നമ്മൾ ന്യൂ ലൈഫ് എന്ന് വേണേ പറയാം, ചർച്ച അതോടെ ചേർത്ത് പറയും. കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. മീറ്റ് ദ ഗോഡ്. ഇവിടെ വെളിപ്പെടുന്ന ദൈവത്തെ അറിയാതെ പോയാൽ, ഇവിടെ കേൾക്കുന്ന ദൈവശബ്ദം നമ്മൾ തിരിച്ചറിയാതെ പോയാൽ ഇത് വെറുതെ ആയി പോകും. കറക്റ്റ് സ്ഥലത്താ വന്നേ, യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ്. ബട്ട് ഇഫ് ദ ഇന്റൻഷൻ ഈസ് നോട്ട് റൈറ്റ്, വന്നതിന്റെ ഉദ്ദേശം ശരിയല്ലെങ്കിൽ ഇത് വെറുതെ ആയി പോകും. ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വർഷിപ്പ് ഷുഡ് ചേഞ്ച്. സമയം മുന്നോട്ട് പോയെങ്കിൽ ഒരു 5-10 മിനിറ്റ് കൂടെ നിങ്ങളൊന്ന് കേൾക്കുക, ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഇവിടെ 4-ാം വാക്യത്തിൽ പറയുന്ന വാക്ക് 4-6 വാക്യത്തിൽ ആവർത്തിച്ചു വരുന്ന വാക്ക് ഞാനൊന്ന് പറയുന്നത്, സീക്ക് മീ ആൻഡ് ലീവ്, സീക്ക് ദ ലോർഡ് ആൻഡ് ലീവ്. എന്നെ അന്വേഷിച്ച് ജീവിക്കുവിൻ, യഹോവയെ അന്വേഷിച്ച് ജീവിക്കുവിൻ. ഇവിടെ
ശക്തമായ ഒരു വാർണിംഗ് ആണ് ജനത്തിന് ആമോസ് നൽകുന്നത്. എന്തുവാ ശക്തമായ വാർണിംഗ്? അവരുടെ ഇടയിൽ രാവിലെ പറഞ്ഞാൽ സൈന്യം യുദ്ധത്തിന് പോകുന്നതെല്ലാം തോറ്റോടി. വിലപിക്കാൻ വേണ്ടി വിളിക്കുന്ന ഒരാൾക്കാർ ഇപ്പൊ തികയാത്തതുപോലെ മരണം വർദ്ധിച്ചു. ദർ ഇസ് നോ ഹോപ്പ്. ഒരു സാധ്യതയില്ല, ജീവിക്കാൻ ഇനി ഒരു സാധ്യതയില്ല. പക്ഷെ പ്രവാചകൻ പറയും ഒരു വഴിയുണ്ട്. എന്തുവാ ചെയ്യേണ്ടേ? യഹോവയെ അന്വേഷിച്ചാൽ നിനക്ക് വേണമെങ്കിൽ ജീവിക്കാം, ഇല്ലെങ്കിൽ നീയും മരിക്കും. ആരാധനയ്ക്ക് പോയത് കൊണ്ടല്ല, സഭയുടെ ഭാഗമായതുകൊണ്ടല്ല, പക്ഷേ ദൈവത്തെ അന്വേഷിക്കുന്നവർ ഉണ്ടെങ്കിൽ അവരെ ജീവിക്കത്തുള്ളൂ. റെസ്റ്റ് ഓൾ വിൽ ബി കണ്ടംഡ് ഇസ് ദ മെസ്സേജ്. രണ്ട് തരത്തിലുള്ള ആരാധനയാണ് ഇവിടെ കാണിക്കുന്നത്. ഒന്നെന്തുവാ? ഒരു സൈഡിൽ നല്ല ആലയം കാണും. ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ രാജാവ് സ്പോൺസർ ചെയ്യുന്ന ആരാധനയായി ബേഥേല്, ഗിൽഗാല്, ബർഷേബൊക്കെ. രാജാവ് വെക്കുന്ന പുരോഹിതനാ. നല്ല ആഡംബരമായിട്ടുള്ള ആരാധന രീതികൾ അവിടെ ഉണ്ട്. അവർക്ക് വരുന്ന ജനത്തിന് ഇഷ്ടമുള്ളതുപോലെ ആരാധിക്കാം. അവരെ സുഖിപ്പിക്കുന്ന പോലത്തെ ആരാധന രീതികൾ അവിടെ കാണാം. അവിടെ ഉണ്ട്. അറ്റ് ദ അതർ സൈഡ്, മറ്റൊരു ഭാഗത്ത് ദൈവം പറയാ, ഞാൻ അവിടെ ഇല്ല. ഐ എം നോട്ട് ദേർ. ഞാൻ അവിടെ ഇല്ല. അശുദ്ധിയും പാപത്തിൽ ദൈവത്തെ വിട്ടുള്ള ആരാധനയുടെ നടുവിൽ ദൈവമില്ല. യഥാർത്ഥ ആരാധനയിലേക്ക് തിരിയാൻ ദൈവം വിളിക്കുക. അതെങ്ങനാ? കേവലം സ്ഥലത്തിലല്ല, കേവലം ഞാൻ ചെയ്യുന്ന കുറെ കാര്യങ്ങളിലല്ല, ഞാൻ കൊടുത്തത് കൊണ്ടല്ല, ഇവിടെ ദൈവമുണ്ടെന്നുള്ളൊരു ബോധ്യത്തിൽ നിൽക്കുന്ന ഒരു അനുഭവം. ഞാനിത് പറയുമ്പോൾ, ഈ രണ്ട് നിലയിൽ ആരാധനയെ പറ്റി പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു ഭാഗമുണ്ട്. ഈ വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് ഒരു സഭയോട് ദൂത് പറയുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ എവിടെ നിന്ന് മുട്ടുക? വാതിക്കൽ നിന്ന് മുട്ടുക. അതിൻ്റെ അർത്ഥം കർത്താവ് എവിടെ ഇല്ല? സഭയിലില്ല. ഇന്ന് ആരാധനയുടെ പേരിൽ പല പ്രകടനങ്ങൾ നടക്കുമ്പോൾ ദൈവം അവിടെ ഉണ്ടോ? ദൈവം അവിടെ ഇല്ല. ലെറ്റ് ദാറ്റ് നോട്ട് ഹാപ്പൻ വിത്ത് അസ്. ആരാധിക്കാൻ വേണ്ടി ദൈവസഭയിൽ കടന്നു വരുമ്പോൾ ദൈവത്തെ ആകട്ടെ നമ്മൾ അന്വേഷിക്കുന്നത്. ലെറ്റ് us seek the Lord in his place. പുതിയ നിയമത്തിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ പറയുമ്പോൾ റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്: പാപത്തിന്റെ ശമ്പളം മരണമത്രേ. എല്ലാ മനുഷ്യർക്കും മരണമാണ് വിധിച്ചിരിക്കുന്നത്. ജീവിക്കാൻ ഒരു വഴിയുണ്ട്. അത് ആരെ അന്വേഷിക്കുമ്പോഴാണ്? യേശുവിനെ അന്വേഷിക്കുമ്പോഴാണ്. ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വന്നിരിക്കുന്നു. ഈ ആയുസ്സിൽ യേശുവിൽ ആശ്രയം വെച്ചവർ മാത്രമേ ജീവിക്കത്തുള്ളൂ. സഭയുടെ ഭാഗമായതുകൊണ്ടോ വലിയ പ്രസ്ഥാനത്തിന്റെ വലിയ ആൾക്കാരായതുകൊണ്ടോ കാര്യമില്ല. only if you seek the Lord, യേശുവിനെ ആശ്രയിക്കുന്നവർ മാത്രമേ ജീവിക്കത്തുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഒരു 5 മിനിറ്റ് കൂടെ, അന്നെങ്കിൽ മെസ്സേജിന് ഒരു കൺക്ലൂഷൻ വരത്തുള്ളൂ. എന്താ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? നമ്മുടെ ഇടയിൽ തന്നെ നമ്മളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യേ. സംടൈം വി ഫീൽ ബോർ. ഇപ്പൊ തന്നെ ഇവിടെ എത്ര പേരുണ്ട്? ഒരു 60 പേരുണ്ട്. ഞാനിനി അതിനൊരു പ്രാക്ടിക്കലായിട്ടൊരു നിലയിൽ ഈ 60 പേര് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ കൂടെ പല കാര്യങ്ങൾ ഇപ്പോൾ പോവാം. ചിലർ വിചാരിച്ചു ടോംസ് ആണ് 8:30 നിർത്തുമെന്ന് പ്രതീക്ഷിച്ച് വന്നവരുണ്ട്. പക്ഷെ എന്തോ ചെയ്യാൻ, ലേറ്റ് ആയിപ്പോയി. ഡോണ്ട് ഫോർഗിവ് മീ ഫോർ ദാറ്റ്. ബട്ട് പല നിലയിൽ നമ്മുടെ ചിന്തകൾ ഇപ്പോൾ പോകുന്നുണ്ട്. ഒരു സഭായോഗത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ, ഒരു യോഗത്തിന് നമ്മൾ സഭയായിട്ട് കൂടുമ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ വരുന്നത്? വൈ ആർ വി കമ്മിങ്? ഇന്നിപ്പം 1-1.5 മണിക്കൂറായിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ സത്യത്തിൽ കർത്താവ് എന്നോട് സംസാരിച്ചോ? ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ തുറന്നു പറയാം. ഇന്നിപ്പോൾ ഇവിടെ ആവർത്തിച്ച് പാടിയ പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അറിയാത്തവരിവിടെ ഉണ്ട്. ക്യാൻ യു ബിലീവ് ദാറ്റ്? ഉണ്ട്. ഐ എം സോറി ഫോർ ബീങ് വെരി ബ്ലണ്ട്, ബട്ട് ദാറ്റ് ഈസ് എ ട്രൂത്ത്. നമ്മൾ അത്രയ്ക്കും ദൂരെയാ. വി തിങ്ക് ഇവിടെ വരുന്നത് കൊണ്ട് എന്തോ കിട്ടുമെന്ന് ഓർക്കുക. നത്തിങ് അറ്റ് ഓൾ. ഒന്നുമില്ല. എന്താ ഇങ്ങനെ സംഭവിക്കുന്ന കാരണം എന്നറിയോ? കാരണം we have not known the Lord, or we have forgotten who the Lord is.
നമ്മൾ ആരെയാണ് ആരാധിക്കുന്നത് എന്നും മറന്നുപോയി, അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ആളെ മനസ്സിലാക്കിയിട്ടില്ല. ഇത് തന്നെ പ്രവാചകനും പറയുന്നത്, ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. പ്രവാചകനും ഇത് തന്നെ പറയുന്നത്. നോക്കിക്കേ, 4, 5, 6 വാക്യമാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി 8-ാം വാക്യം നോക്കിക്കേ. 8-ാം വാക്യം 9-ാം വാക്യത്തിൽ പ്രവാചകൻ പറയാ, ഈ ദൈവം ആരാണെന്ന് നിങ്ങൾ കാണുക. ലുക്ക് ഹൂ ദിസ് ലോർഡ് ഈസ്. ആ വാക്യം ഒന്ന് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ആ വാക്യം ഒന്ന് വായിക്കാമോ? 5:8, 9 വാക്യം. കാർത്തികയെയും മകയിരത്തെയും സൃഷ്ടിക്കുകയും. എന്തോ വായിച്ച ഒന്നുകൂടെ. കാർത്തികയെയും മകയിരത്തെയും ഇതാരാ? കോൺസ്റ്റലേഷൻ എന്തോ എന്ന് പറയുന്ന നക്ഷത്ര രാശികൾ എന്നൊക്കെ ഞാൻ ട്രാൻസ്ലേഷൻ കണ്ടു, എനിക്ക് അറിഞ്ഞുകൂടാ. ഇംഗ്ലീഷിൽ മനസ്സിലാക്കുന്നത് നക്ഷത്രങ്ങൾ എന്നോട് ചേർന്നൊരു കോൺസ്റ്റലേഷനൊക്കെ നമുക്കറിയത്തില്ലേ, സയൻസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളോട് ചേർന്ന ഒരു ഡിസൈനിലേക്ക്, ഒരു പാറ്റേണിലേക്ക് വരുന്നതിന് കൊടുക്കുന്ന പേര്. പല പേരുകളിൽ പറയുന്ന കോൺസ്റ്റലേഷൻസ് ഉണ്ട്. ഇവിടെ 2 പേര് പറയാം, അതൊന്നുകൂടെ വായിച്ചോ. കാർത്തികയെയും മകയിരത്തെയും സൃഷ്ടിക്കുകയും അന്ധതമസിനെ പ്രഭാതമാക്കി മാറ്റുകയും പകലിനെ രാത്രിയാക്കി ഇരുട്ടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നവനെ അന്വേഷിപ്പീൻ. യഹോവ എന്നാകുന്ന അവന്റെ നാമം. അടുത്ത ഭാഗം. അവൻ കോട്ടയ്ക്ക് നാശം വരുവാൻ തക്കവണ്ണം ബലവാന്റെ മേൽ നാശം മിന്നിക്കുന്നു. ഗോപുരത്തിങ്കൽ ന്യായം വിധിക്കുന്നവനെ അവർ ദ്വേഷിക്കുകയും. മതി. അവിടെ 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കണ്ടോ, ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നവനെ അന്വേഷിക്കുവീൻ എന്ന് പറഞ്ഞാൽ 4, 5, 6 വാക്യത്തിൽ അന്വേഷിക്കാൻ പറഞ്ഞ ദൈവം ആരാണെന്ന് എഴുതിയേക്കുക. നമ്മൾ അന്വേഷിക്കാൻ, അല്ലെങ്കിൽ അത്രയും സീരിയസ് ആയിട്ട് ആരാധനയെ കാണാതെ പോകുന്നതിന്റെ കാരണം പ്രവാചകന് തന്നെ മനസ്സിലായി, ആരെയാ അന്വേഷിക്കുന്നതെന്നുള്ള വെളിപ്പാട് ഇല്ലാതെ പോയി. ഈ 2 കോൺസ്റ്റലേഷൻ ഇതിനെ നിർമ്മിച്ചെന്ന് പറയുമ്പോൾ മനുഷ്യൻ അത്ഭുതത്തോടെ നോക്കുന്നതാണ്. ആകാശത്തിൽ നോക്കുമ്പോൾ അയ്യോ ആ നക്ഷത്രം ഇവിടെ വന്ന് നിൽക്കുന്ന കണ്ടോ എന്നൊക്കെ അത്ഭുതം തോന്നിക്കുന്ന ദൃഷ്ടി ആകാശത്തിൽ വെളിപ്പെടുക. പ്രവാചകൻ പറയാം, അത് ആര് ചെയ്താ? ദൈവം ചെയ്താ. അത് മാത്രമല്ല, ഇരുട്ടിനെ പകലാക്കുന്നു, പ്രഭാതത്തെ ഇരുട്ടാക്കുന്നു. അതിനുശേഷം വെള്ളത്തെ പറ്റി പറഞ്ഞു. ഇതൊക്കെ ഉൽപ്പത്തിയിൽ ദൈവം ചെയ്ത കാര്യങ്ങളാണ്. നമുക്കറിയാലോ, ഭൂമി പാഴും ശൂന്യമായി കിടന്നിടത്ത്, വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നിടത്തൊക്കെ ദൈവം ചെയ്ത, സൃഷ്ടിപ്പിൽ ചെയ്ത വൻ കാര്യങ്ങളെ വെളിപ്പെടുത്തിയിട്ട് പറയാം, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നതെന്ന് അറിയാമോ? ഈ ദൈവത്തെയാ. അത് മാത്രമല്ല, 9-ാം വാക്യത്തിൽ ഒരു കാര്യമുണ്ട്. 9-ാം വാക്യത്തിൽ പറയാ, ഗോപുരത്തെ കോട്ടയ്ക്ക് നാശം വരുത്തും, ബലവാന്റെ ഗോപുരത്തെ തകർക്കും. അതെന്തിനെ പറ്റി പറയുന്നറിയോ? ഇതുവരെയും സൃഷ്ടിയിൽ ചെയ്ത വൻ കാര്യം പറഞ്ഞിട്ട് പ്രവാചകൻ പറയാ, സൃഷ്ടിയിൽ മാത്രമല്ല, നിങ്ങളുടെ ഇടയിൽ കുറച്ച് പേരുണ്ടല്ലോ, എന്തുവാ, സാമ്പത്തികമായിട്ട് നല്ല ഉന്നതിയാണ്, ഞങ്ങൾക്ക് എന്തോ ഉണ്ട്, ആ വീട് മാത്രമല്ല അതിനോട് ചേർന്നൊരു ബൗണ്ടറി വാളൂടെ ഉണ്ട്, ഞങ്ങൾക്കൊന്നും ഒരു ഇതും വരത്തില്ല, എന്നൊക്കെ സുരക്ഷിതമായിട്ട് ഫോർട്ടിഫൈഡ് സിറ്റീസിൽ ഗോപുരമൊക്കെ പണിതൊക്കെ സുരക്ഷിതമായിട്ട് നിൽക്കുന്നു എന്ന് തോന്നുന്നവരോട് പറയാ, നിങ്ങളുടെ മേൽ എന്തുവാ പ്രവാചകൻ പറയുന്നേ? അവന്റെ നാമം യഹോവ എന്നാകുന്നു. അവന്റെ നാമം യഹോവ എന്നാകുന്നു. ഇവിടെ പറയാ, ഡോണ്ട് പ്ലേ വിത്ത് ഗോഡ്. നിങ്ങളെ അറിയുന്ന ദൈവമാണ്. ഇതിനോട് ചേർത്ത് 4-ാം അധ്യായത്തിൽ നമ്മൾ നേരത്തെ ചിന്തിച്ച ഭാഗങ്ങളുണ്ട്. അവിടെ പറഞ്ഞ എന്താ അറിയോ? പർവ്വതത്തെ നിർമ്മിച്ചവൻ, കാറ്റിനെ സൃഷ്ടിച്ചവൻ. അതിന്റെ അടുത്ത ഭാഗത്ത് പറഞ്ഞൊരു ഭാഗമുണ്ട്, മനുഷ്യന്റെ ഹൃദയത്തിലെ നിരൂപണത്തെ പരസ്യപ്പെടുത്താൻ കഴിയുന്നു. അവിടെയും എഴുന്നേക്കുന്നത് തന്നെയാ, യഹോവ എന്നാകുന്നു അവന്റെ നാമം. എന്തോ പ്രവാചകൻ പറയുന്നേ? നിങ്ങള് ഇവിടെ ബഥേലിലും ബർശേബയിലും പോയി യാഗം കഴിച്ചത് കൊണ്ടോ ടൈത്ത് കൊടുത്തത് കൊണ്ടൊന്നും ഈ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് ചിന്തിക്കരുത്. കാരണം ഇത് നിങ്ങൾ ചിന്തിക്കുന്ന പോലത്തെ ആളല്ല. യു റിയലി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൂ യുവർ ഗോഡ് ഈസ്. ഞാൻ എൻ്റെ സന്ദേശത്തെ ഇവിടെ അവസാനിപ്പിക്കുക. സത്യത്തിൽ എന്താ സംഭവിക്കണ്ടേ? നമ്മുടെ കൂടിവരവിൽ ഓരോ സന്ദേശത്തിലും അല്ല, ഓരോ പാട്ടിലും തന്നെ ദൈവം ആരാണെന്നുള്ള വെളിപ്പാടാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അല്ലാതെ പ്രസംഗിക്കുന്ന എനിക്ക് നിങ്ങൾ മാർക്കിടണ്ട, പ്രസംഗിക്കുന്ന രാവിലെ ഇന്നലെ പ്രസംഗിച്ച്, അതല്ല ഇവിടുത്തെ പോയിന്റ്. നോ യുവർ ഗോഡ്. ദൈവം ആരെന്നറിയുക, ദൈവത്തെ മനസ്സിലാക്കുക. ആരാധനയുടെ ഉദ്ദേശം എന്തുവാന്ന് ചോദിച്ചാൽ, the purpose of worship is that we know him more, and by that knowledge our lives will be transformed.
ആരാധനയിൽ ദൈവം ആരെന്നുള്ള വെളിപ്പാട് നമുക്കുണ്ടായിട്ട് ആ അറിവ് നമ്മളുടെ ജീവിതത്തെ മാറ്റുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകേണ്ടത്. അതെല്ലാം മേഖലയിലേക്കും സംഭവിക്കണം. ഈ ദൈവമാണ് എതിരേറ്റ് വരുന്നത്. ദിസ് ഈസ് ദ ലോർഡ് whom we have to meet. ഒന്നും മറയ്ക്കാൻ പറ്റത്തില്ല. സൃഷ്ടിയെയും മനുഷ്യനെയും സർവ്വലോകത്തെയും ഭരിക്കുന്ന സർവശക്തന്റെ മുമ്പിലാണ് നമ്മൾ വരുന്നത്. You cannot fool the Lord that we see him. ഇന്നത്തെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ let us look into our own life. നമുക്ക് നമ്മുടെ ഇതിലേക്ക് നോക്കാം. ഞാൻ ഒരു കാര്യം ഒരു ഉദാഹരണം പറഞ്ഞ് ക്ലോസ് ചെയ്യാം. നമുക്ക് ഉറക്കം വരുന്നുണ്ടാവും. പക്ഷെങ്കിൽ ഞാൻ ചില നാളുകൾക്ക് മുമ്പ് 1-2 മാസം ദിവസം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇന്നിപ്പം ബലത്തോടെ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് തന്നെ. എനിക്ക് കോവിഡായിട്ട് വളരെ ബുദ്ധിമുട്ടിക്കൂടെ ഞാൻ കടന്നുപോയി. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് കോവിഡ് മാറിയെങ്കിലും ഐ റിയലി കുഡ് നോട്ട് സ്റ്റാൻഡ്. എനിക്ക് നിൽക്കാൻ പോലും പറ്റാത്ത പോലെ ഭയങ്കര ക്ഷീണം എനിക്കുണ്ടായി, ശ്വാസതടസ്സം ഉണ്ടായി. ആ സമയത്ത് ഒരു ദിവസം പാസ്റ്റങ്ങളും സാമങ്ങളെല്ലാം കൂടെ പറഞ്ഞ് ഞങ്ങൾ ഡോക്ടർ ഉമേഷിനെ കാണാൻ പോയി. 1-2 വട്ടം ഞാൻ പോയി കണ്ടു TMM. രസം എന്തുവെന്ന് ചോദിച്ചാൽ ഡോക്ടർ ഉമേഷ് TMM വരുന്ന എപ്പോഴാണെന്നറിയോ? രാത്രി 10 മണിക്ക്. പോയ പലരും 10 പറയുന്നല്ലോ. 10 ഇപ്പം ആയിട്ടില്ല. 10 പോയെന്ന് മാത്രമല്ല, ഞാൻ 2-ാം വട്ടം, ആദ്യത്തെ വട്ടം സാമങ്ങൾ എൻ്റെ കൂടെ വന്നു. 2-ാം വട്ടം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടറും വന്നു. പക്ഷേ 10 വരുമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ വന്നപ്പം 10:30 എനിക്ക് 11 അപ്പോയിൻമെൻറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞു. ഞാനെല്ലാം കഴിഞ്ഞ് വന്നപ്പം 12:30 അതിനകത്തിൽ ഏറ്റവും രസം എന്താ അറിയോ? 12 വരെ അമ്മ തൊട്ട് ഉറങ്ങിയിട്ടുമില്ല. ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് അറിയാൻ? കാരണം നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ക്ഷീണവും ഉറക്കവും ഒക്കെ പോകത്തില്ലേ? ഡോക്ടർ അവിടെ ഇരിക്കുമ്പോൾ ഓരോ ടോക്കൺ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് എത്തി നോക്കും. എൻ്റെ ആണോ? അല്ല. എൻ്റെ ആണോ? അല്ല. നമ്മുടെ ആയിട്ടില്ല കേട്ടോ. ഇതിങ്ങനെയൊക്കെയല്ലേ നമ്മുടെ കാര്യത്തിന് ചെയ്യുന്നേ. ഒരു സാധാരണ മനുഷ്യനല്ലേ പുള്ളിയും. കുറച്ച് പഠിച്ചെന്നല്ലേ ഉള്ളോ. ഇവിടെ ആരുമായിട്ടാണ് ഡീൽ ചെയ്യുന്നേ? ഹിയർ യു ആർ ഡീലിംഗ് വിത്ത് ദ ഗോഡ് ഓഫ് ദ യൂണിവേഴ്സ്. ഗൗരവം നഷ്ടപ്പെട്ടു പോയി. ദൈവത്തെ ലാഘവത്തോടെടുത്തു, നിസ്സാരമായി എടുത്തു. സഭായോഗത്തെയും ആരാധനയെ സഭ കൂടുമ്പോൾ നിസ്സാരമായി കാണുന്ന അനുഭവങ്ങൾ. കൂട്ടായ്മയെ ഓക്കെ ഇന്ന് പറ്റിയില്ല നാളെ പറ്റും എന്നുള്ളൊരു ലാഘവത്തോടെടുത്ത് എന്താ? ആരോടാ കൂട്ടായ്മ എന്ന് മറന്നുപോയി. ആരെ കാണാനാ വരുന്നതെന്ന് മറന്നുപോയി. ഇവിടെ വന്ന് ഞങ്ങൾക്ക് അല്ലെ പാസ്റ്റർക്ക് അറ്റൻഡൻസ് തരാനല്ല, യു ആർ മീറ്റിംഗ് വിത്ത് ദ ഗോഡ്. അത് മറന്നുപോയി. നമ്മുടെ ഉള്ളിൽ ഒരു ദാഹം. ലോർഡ് ഐ നീഡ് ടു നോ യു മോർ. എനിക്ക് അങ്ങേ അറിയണം. കുറവുകൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ തികഞ്ഞവനായിട്ടല്ല, എനിക്ക് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. എത്ര പേര് പറയും, ലോർഡ് കർത്താവ് എനിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്, എനിക്കൊന്ന് മടങ്ങി വരണം. ആരാധനയോടുള്ള എൻ്റെ മനോഭാവം പല സന്ദർഭത്തിലും ലാഘവത്തോടെ ഉഴപ്പിയൊക്കെ വിടുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. കർത്താവെ എന്നെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമെന്ന് പറയാമോ? ലോർഡ് ഐ ഡിഡ്ന്റ് റിയലൈസ്. കർത്താവെ ഞാനിത് അറിഞ്ഞിരുന്നില്ല. അങ്ങനോട് ക്ഷമിക്കണമേ. അങ്ങയിലേക്ക് തിരിയുകയാണ്, അങ്ങയിലേക്ക് മടങ്ങി വരികയാണ് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തിലുണ്ടോ? അതുമാത്രമല്ല, പ്രവാചകന്റെ ഹൃദയം നമ്മൾ കാണാതെ പോകരുത്. 2 കാര്യമാണ് ഈ ദിവസം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഒന്ന്, സുവിശേഷീകരണത്തോടുള്ള നമ്മുടെ മനോഭാവം മാറണം. സഭ ദൗത്യം മനസ്സിലാക്കി ആത്മഭാരത്തോടെ പ്രാർത്ഥനയിൽ ഇടിവിൽ നിൽക്കുകയും പരസ്യമായി സുവിശേഷീകരണത്തിന് ഇറങ്ങുന്ന ദിനങ്ങൾ ആകണം. ഈ ഉപവാസം കഴിയുമ്പോൾ ലോർഡ് പ്രേ, കർത്താവിനോട് കർത്താവേ വലിയൊരു ഭാരം എൻ്റെ മേൽ ഇടണമേ. ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ, നശിച്ചു പോകുന്നവരെ ഓർത്ത് ഇടിവിൽ നിൽക്കുവാൻ, അവരിലേക്ക് സുവിശേഷമായി കടന്നു പോകുവാൻ എന്നെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാമോ? ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചതാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് അതിനു വേണ്ടിയാ. ലോർഡ് ഫിൽ മീ വിത്ത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ദാറ്റ് ഐ മേ ബി എംപവർഡ് ടു പ്രീച്ച് ദ ഗോസ്പൽ. സുവിശേഷത്തെ ധൈര്യത്തോടെ പ്രസംഗിക്കുവാനുള്ള ഏറിയ ദൈവകൃപ നമുക്ക് ദൈവസന്നിധിയിൽ ചോദിക്കാം. പ്രാർത്ഥിച്ച ശിഷ്യന്മാരെ അപ്പോസ്തല പ്രവൃത്തിയിൽ നിറച്ച ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിലും നമ്മുടെ നടുവിലുണ്ട്. ദൈവകൃപ ഏറ്റെടുത്ത് മടങ്ങുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ.
എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യേശുവിന്റെ സാക്ഷിയാകുമെന്നുള്ള യേശുവിന്റെ വാഗ്ദത്തം ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാമോ? കർത്താവേ, അങ്ങയുടെ സാക്ഷിയായി നിൽക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ. കർത്താവെ, ഓരോ ദിവസവും അങ്ങയെ കൂടുതൽ അറിയുവാൻ എന്നെ സഹായിക്കണമേ. ലോർഡ് ഹെൽപ്പ് മീ, എന്നെ സഹായിക്കണമേ. അനുനിമിഷവും ഓരോ ദിവസവും കർത്താവിനെ അറിഞ്ഞ് കർത്താവിന് വേണ്ടി സമർപ്പിച്ച് ജീവിതം മുഴുവനായി യാഗപീഠത്തിൽ ഒരു യാഗവസ്തുവിനെ പോലെ എരിഞ്ഞു തീരുന്നതാണ് ആരാധന. കേവലം ഞായറാഴ്ചയിലല്ല, ആയുസ് മുഴുവനും കർത്താവിന് വേണ്ടി സമർപ്പിച്ച് ദൈവസന്നിധിയിൽ പൂർണ്ണമായി എരിഞ്ഞു തീരുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്ന ആരാധന. ദൈവത്തിന്റെ മനസ്സലിവ് ഓർത്തിട്ട് നിങ്ങളെ തന്നെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കുവീൻ എന്നുള്ള പൗലോസിന്റെ പ്രബോധനം നമുക്ക് ഓർക്കാം. ഹല്ലേലൂയ. ജീവനുമെന്റെ സർവസ്വവും നിൻ മുൻപിലാണു കുമ്പിടും. ജീവനുമെന്റെ സർവസ്വവും നിൻ മുൻപിലാണ് കുമ്പിടും. സ്വർഗീയ പിതാവേ, ദൈവവചനത്തിന് മുമ്പാകെ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നപ്പാ, കുറവുകൾ വീഴ്ചകൾ ഞങ്ങൾക്ക് പറ്റിയത് ഞങ്ങളോട് ക്ഷമിക്കണമേ. ആ പ്രവാചകനിൽ ഉണ്ടായിരുന്ന ആ ഭാരം, ആ വേദന മനസ്സിലാക്കി ഞങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ഹൃദയം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക അപ്പാ. പലപ്പോഴും അവരെ അറ്റാക്ക് ചെയ്യുവാൻ, കണ്ടം ചെയ്യാനൊക്കെ വാക്കുകൾ രൂക്ഷമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലുപരിയായി ഇടിവിൽ നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, ഈ കാലഘട്ടത്തിലെ കപട ആത്മീയത കണ്ടിട്ട് ഹൃദയത്തിൽ വേദനയുണ്ടായി ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഏറിയ ആത്മഭാരം ഞങ്ങളിൽ ഓരോരുത്തർക്കും ഇടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയോടുള്ള കാഷ്വലായിട്ട്, കെയർലെസ് ആയിട്ട് പലപ്പോഴും ഞങ്ങൾ തീർന്ന അനുഭവങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. വളരെ ഗൗരവത്തോടെ ദൈവസഭയിൽ സംസാരിക്കുന്നത് കേൾക്കുവാൻ, അത് സ്വീകരിക്കുവാൻ, ജീവിതത്തിൽ അതനുസരിച്ച് ക്രമീകരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കട്ടെ. കർത്താവേ, ഏറിയ ദൈവകൃപയോടെ കർത്താവിൻ്റെ ഉദ്ദേശം ഈ കാലഘട്ടത്തിൽ നിവർത്തിക്കുന്നവരായി കർത്താവ് ഞങ്ങളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് വൈകിട്ട് വചനം കേട്ട് ഓരോരുത്തരും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അനുഗ്രഹത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ.